നാളുകളെല്ലാം ആരാധ്യനേ ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളിൽ. എൻ്റെ രോഗക്കിടക്കിൽ എൻ്റെ രോഗക്കിടക്കയാതിൽ എൻ്റെ സൗഖ്യപ്രദായകനേ എൻ്റെ പാപസംഹാരകനേ എൻ്റെ സർവവും നീ മാതു തുറപ്പുള്ളവരെന്ന് ചേർന്ന് പാടാമോ? എൻ്റെ രോഗക്കിടക്കയാതിൽ എൻ്റെ സൗഖ്യപ്രദായകനേ എൻ്റെ പാപസംഹാരകനേ എൻ്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്. എന്ന് പാടാമോ? എൻ്റെ ആയുസ്സുള്ള നാളുകളെല്ലാം ഞാൻ ആരാധിക്കും. ഓ ആരാധ്യനേ സമാരാധ്യനേ ആരിലും. ഓ താങ്ക് യു ജീസസ്. ആരാധിക്കും നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം നിന്റെ പ്രത്യക്ഷ ദീനമതിൽ നിന്റെ വിശ്വസ്ത ദാസനായി നിന്റെ വിശ്വസ്ത സാക്ഷിയായി നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. ചേർന്ന് പാടാമോ? നിന്റെ പ്രത്യക്ഷ ദീനമതിൽ നിന്റെ വിശ്വസ്ത ദാസനായി നിന്റെ വിശ്വസ്ത സാക്ഷിയായി നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. ആരാധ്യനേ സമാരാധ്യനേ ആയവനേ ആരാധിക്കും നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ ആരാധ്യനേ സമാരാ. കരങ്ങളെല്ലാം ഉയർത്തി ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ഓ നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുണ്ടു നായിടിലോ നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു വിശ്വാസ ജീവിത പടകിൽ ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ ഉടരബനശേരധരേ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമം. ഇന്ന് പകൽക്കാലം
വിളിച്ചിട്ടുണ്ടെന്ന് ഉറപ്പോടെ പറയാൻ കഴിയുമെങ്കിൽ, ഓ, എന്നെ അന്ത്യം വരെ നടത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ, ആ വിശ്വാസനായകനായ യേശുവിനെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ കഴിയുമോ? വിശ്രമദേശത്ത് ഞാൻ പോകും, ഞാൻ വിശ്രമദേശത്ത് പോകും ഞാൻ. ഹല്ലേലൂയ. എനിക്ക് ഹല്ലേലൂയ എൻ്റെ അവസാനമായി എനിക്ക് എത്തിപ്പെടാനുള്ള ഒരു ദേശം എനിക്ക് എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ വിശ്വാസ ദേശത്ത് ഞാൻ പോകും. ഞാൻ ആ പരീക്ഷകൾ, വേദനകൾ അനുഭവിക്കേണ്ട വന്നാലും, ഹല്ലേലൂയ, എൻ്റെ പടക് ആടി ഒലഞ്ഞാലും, ഹല്ലേലൂയ, എൻ്റെ ജീവിതം ആടി ഒലഞ്ഞാലും, ഹല്ലേലൂയ, വിശ്രമദേശത്ത് ഞാൻ പോകും. ഹല്ലേലൂയ. ആഴിയും ഉഴിയും നിർമ്മിച്ച നാഥൻ എൻ്റെ അഭയമായി എനിക്കുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഭയപ്പെടുവാനല്ല എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ശരണമായി എൻ്റെ അരികിലുള്ളൊരു കർത്താവ് എനിക്കുണ്ട്. അതിന് ഉറപ്പോടെ പറയാൻ കഴിയുമെങ്കിൽ ഒന്ന് പറയാമോ? ഞാൻ ആ പരീക്ഷകൾ, വേദനകൾ നന്നായി എനിക്കുണ്ട് നായിടയിലും. ഹല്ലേലൂയ. നാഥനെ ഉള്ളിൽ ഞാൻ ധ്യാനിച്ച് എൻ്റെ ക്ഷീണം മറന്നങ്ങ് പോകും ഞാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, പരീക്ഷകൾ ജീവിതത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, ജീവിതം ആടി ഒലയുന്നത് പോലെ തോന്നിയാലും, ഹല്ലേലൂയ, അപ്പ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ ഉണ്ടെന്ന് കരയുന്നുണ്ടെങ്കിലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളോട് പറയാനുള്ളത്, നാഥനെ ഉള്ളിൽ ധ്യാനിച്ച്, ഹല്ലേലൂയ, ആ ക്ഷീണം മറന്നങ്ങ് പോകും ഞാൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ചേർന്ന് പാടാമോ? നാനാ പരീക്ഷകൾ, വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലോ, നാഥനെയുൾ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരൂ, കണ്ണുനീരൊക്കെയും അന്നു തീരൂ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, ആ പ്രത്യാശയോടെ, കണ്ണുനീരൊക്കെയും അന്നു തീരൂ. എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ ചേർന്ന് പാടാം ഒരിക്കൽ കൂടി. എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന പലരുടെയും സാക്ഷ്യം ഇതാണ്. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ, ഹല്ലേലൂയ, വർണ്ണിച്ച് പാദത്തിൽ വീണിടും ഞാൻ. ഹല്ലേലൂയ. ഇന്ന് ഉറപ്പോടെ, ഹല്ലേലൂയ, ആ സാക്ഷ്യമുള്ളവരെല്ലാവരും കരങ്ങളെ ഉയർത്തിന്ന് പറയാമോ? എണ്ണിയാൽ തീരാത്ത നന്മകൾ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, ക്രൂശിൽ എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നിരന്തരം എനിക്ക് പറയുവാൻ കഴിയും, എണ്ണിയാൽ തീരാത്ത നന്മകൾ എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതൊന്ന് പറഞ്ഞുകൊണ്ട്, അപ്പ എണ്ണിയാൽ തീരാത്ത ആ കൃപകൾ എൻ്റെ ജീവിതത്തിൽ, എണ്ണിയാൽ തീരാത്ത ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകി തന്നതിനെ ഞാൻ നന്ദി പറയുന്നു പിതാവേ. ഹല്ലേലൂയ. അപ്പ ഇന്ന് പകൽക്കാലം ഒന്ന് പറയാം, അപ്പ എന്നെ ആത്മശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ പിതാവേ.
അപ്പന്റെ കൃപകൾക്കായി ഞാൻ നന്ദി പറയുന്നു. അപ്പന്റെ കൃപകൾക്കായി നന്ദി പറയുന്നു. അപ്പാ, ക്ലേശം നിറയും ഒരു യാത്രയിൽ അങ്ങേ സ്തുതിച്ച് ഞാൻ ആർത്തിയിടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ക്ലേശം നിറയുന്ന യാത്രയിലും ഹല്ലേലൂയ, ജീവിതത്തിന്റെ പടകിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആടി ഒലയുന്ന കാറ്റുകൾ അടിച്ചാലും ഹല്ലേലൂയ, ക്ലേശങ്ങൾ കൊണ്ട് നിറഞ്ഞാലും ഹല്ലേലൂയ, ഒന്ന് പറയാൻ കഴിയും, അപ്പാ കൃപയാൽ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ അപ്പാ. ഈ പ്രതിസന്ധികളെയും ഹല്ലേലൂയ ഹല്ലേലൂയ അതിനെ മറികടക്കാൻ ഹല്ലേലൂയ, ഈ എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും അതിനെ അതിജീവിക്കുവാൻ എന്നിൽ ആ കൃപ കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഹല്ലേലൂയ. അല്പനേരം കരങ്ങളെ തട്ടി നമുക്ക് പാടി ആരാധിക്കാം. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ, ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻ കോട്ടകൾ തകർത്തിടുവാൻ. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെ എല്ലാം തട്ടി പാടി ആരാധിക്കാം. ഹല്ലേലൂയ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ, ആമേൻ, ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻ കോട്ടകൾ തകർത്തിടുവാൻ. കരങ്ങളെ എല്ലാം തട്ടി കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ, ഓ ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻ കോട്ടകൾ തകർത്തിടുക. അഭിഷേകം പകർന്നിടുക, അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. ഇന്ന് പകൽക്കാലം ഉറപ്പോടെ പറയാമോ, എന്റെ നേരെ വരുന്ന അന്ധകാര ശക്തികളുടെ മേലല്ല, ഓ എനിക്ക് നൽകിയിരിക്കുന്ന കൃപയാൽ ഞാൻ ഇന്ന് ജയിക്കും. ഓ ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ അങ്ങേ സ്തുതിച്ചാർത്തിടുമ്പോൾ, തുറന്നിടുക നൽനീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ആമേൻ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ അങ്ങേ സ്തുതിച്ചാർത്തിടുമ്പോൾ, ആമേൻ, തുറന്നിടുക നൽനീരുറവ ഓ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ, ആമേൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ, ആമേൻ, ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ, ഓ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു. അഭിഷേകം പകരണമേ, അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപ. അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കും. ഇന്ന് പകൽക്കാലം പറയാമോ, അപ്പാ എന്നെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ പിതാവേ. എന്റെ നേരെ വരുന്ന അന്ധകാര ശക്തികളെ അതിനെയെല്ലാം ആ കൃപയാൽ ജയിക്കുവാൻ. ഉടനവനശേരെ വൈഡാരശേരത്തേരെ റീവാനശേരത്തേരെ ഓ അഭിഷേകം പകർന്നിടുക, ശക്തി അന്ധകാര ശക്തികളെ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ, അന്ധകാര ശക്തി. പകൽക്കാലം ഹല്ലേലൂയ പ്രൊക്ലെയിം ചെയ്യാൻ കഴിയുമോ, എന്റെ നേരെ വരുന്ന അന്ധകാര ശക്തികളെയെല്ലാം ഞാൻ എന്റെ മേൽ ലഭിച്ചിരിക്കുന്ന കൃപയാൽ, ഓ എന്റെ മേൽ ലഭിച്ചിരിക്കുന്ന കൃപയാൽ അതിനെ ഞാൻ ജയിക്കും, അതിനെ ഞാൻ ചാടിക്കടക്കും. ഹല്ലേലൂയ. വചനം പറയുന്നത് പോലെ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ ഈ മതിലും ചാടി കടക്കും. ഹല്ലേലൂയ. ജീവിതത്തിന് നേരെ ഹല്ലേലൂയ വരുന്ന പ്രതികൂലങ്ങളെ നോക്കി പറയാമോ,
ഹല്ലേലൂയ. അന്ധകാര ശക്തികളെ, എന്റെ നേരെ ഉയരുന്ന മതിലുകളെ, എന്റെ നേരെ ഉയരുന്ന ചെങ്കടലുകളെ, ഹല്ലേലൂയ, അതിനെ ഞാൻ എന്റെ കൃപയാൽ, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ, ഊടാര ശബ്ദാരാജെ വൈഡാരാവശേരം തേരെ ഈമാന ശബ്ദാരാജെ, ക്ലേശം നിറയുന്ന മരുഭൂ യാത്രയിലും, ഹല്ലേലൂയ, ഞാൻ എന്റെ യേശുവിനെ, ഹല്ലേലൂയ, ഞാൻ എന്റെ യേശുവിനെ സ്തുതിച്ച് ഊടാര ശബ്ദാരാജെ വൈഡാരാരിവൽ വൈഡാരിക്കമാന, ഓ അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം ശക്തി പ്രാപിക്കുവാൻ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ, അന്ധകാര ശക്തികളെ ജയിക്കും. ഇന്ന് പകൽക്കാലം പറയാം, ആത്മനദി എന്നിലേക്ക് ഒഴുകണമേ, ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളോട് ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളോട് ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനദി എന്നിലേക്ക് അവനൊഴുകി, ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനദി, ഓ ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ, ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ, ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി, പുതിയൊരു ശക്തി എന്നിലേക്ക് അനുനിമിഷം പകർന്നു തുടങ്ങി, പുതിയൊരു ശക്തി. ചുമ്മാ പാടിപ്പോകാനല്ല, ഹല്ലേലൂയ, അനുഭവത്തോടൊന്ന് പാടാമോ? ആമേൻ. ആത്മനദി എന്റെ മുട്ടോളം എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു പോയി, ആത്മനദി എന്റെ മുട്ടോളം എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു പോയി, അത്യന്ത ശക്തിയാലൻ മൺകുടാരമങ്ങ് അതുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി, ആമേൻ. അത്യന്ത ശക്തിയാലൻ മൺകുടാരമങ്ങ് അതുപോലെ പൊങ്ങി, ആത്മനദി എന്റെ അരയോളം, ആത്മനദി എന്റെ അരയോളമേറ്റി, ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി, ആത്മനദി എന്റെ എന്ന പകൽക്കാലം അഭിഷേകം ലഭിച്ചവരെല്ലാരും അഭിഷേകത്തോട് ആരാധിച്ചുകൊണ്ടെന്ന് പാടാമോ? ആത്മനദി എന്റെ അരയോളമേറ്റി, ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി, മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി, മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ. ആത്മനദി എന്റെ ശിരസോളമെത്തി, ആത്മനദി എന്റെ ശിരസോളമെത്തി, എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയാൽ, ആത്മനദി എന്റെ ശിരസോളമെത്തി, എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയാൽ, എൻ ദേഹത്തിനു ചെല്ലും ഭാരമില്ലാതായി, ആത്മനദിയിൽ അങ്ങു നീന്തി തുടങ്ങി, എൻ ദേഹത്തിനു ചെല്ലും ഭാരമില്ലാതായി. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാമോ? ആത്മനദി എന്നിലേക്ക്, ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളോടെ ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളോടെ ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനദി എന്നിലേക്ക് അവനൊഴുകി, ആമേൻ. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനദി എന്നിലേക്ക് അവനൊഴുകി, ആമേൻ. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനദി എന്നിലേക്ക് അവനൊഴുകി, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ കഴിയും, അപ്പാ ആ ആത്മനദി എന്നിലേക്ക് ഒഴുക്കണമേ പിതാവേ, ആ ആത്മനദി ഒന്ന് എന്നിലേക്ക് ഒഴുക്കണമേ പിതാവേ, ഹല്ലേലൂയ. ആത്മനദി എന്നിലേക്ക് ഒഴുക്കണമേ പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പാദങ്ങളിൽ പോരാ, ഹല്ലേലൂയ, മുട്ടോളം എത്തിയത് പോരാ അപ്പാ, എന്റെ അരയോളം എത്തിയത് പോരാ, എന്റെ ശിരസോളം എത്തിയത് പോരാ അപ്പാ, എന്നിലേക്കൊന്ന് കവിഞ്ഞൊഴുകത്തക്കവണ്ണം ആ ആത്മനദി എന്നിലേക്കൊന്ന് ഒഴുക്കണമേ പിതാവേ, ആ ആത്മനദി ഒന്ന് എന്നിലേക്ക് ഒഴുക്കണമേ പിതാവേ, ഹല്ലേലൂയ. ഓ റിവന ശംസരാധന വൈഡമാനവ റികമാന റിദലറവന ശംതേരിയ, ഹല്ലേലൂയ. അപ്പാ ആ ആത്മനദി ഒന്ന് എന്നിലേക്ക് ഒഴുക്കണമേ അപ്പാ. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാം, അപ്പാ വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വർഷിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ, ഹല്ലേലൂയ, ഒന്ന് പാടാൻ കഴിയും, അപ്പാ വഴിയും അങ്ങാണ്, ഹല്ലേലൂയ, സത്യവും അങ്ങാണ്, അങ്ങേ ഞാൻ ആരാധിക്കുന്നു
ആരാധിക്കുന്നപ്പ എന്റെ ചിന്തയും അത് അങ്ങ് തന്നെയാണ്. ഹല്ലേലൂയ. എന്റെ ആശയും അത് അങ്ങ് തന്നെയാണ് പിതാവേ. ഓ ഹല്ലേലൂയ. യേശുവേ വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാമോ? വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ചിന്തയും നീയേ, ആശയും നീയേ. ഇന്നിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ സകല ചിന്തകളും വെടിഞ്ഞ് പറയാം, എന്റെ ചിന്ത മുഴുവൻ എന്റെ യേശുവാണ്. ഓ ആമേൻ. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. എൻ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ യേശുവേ അങ്ങേ ഞാൻ ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ എല്ലാം ഉയർത്തി ഓ റിവരശതരദരേ. ഹല്ലേലൂയ. ആമേൻ. ആശ്വാസം നീയേ, ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ ഇമ്പവും നീയേ, ഇണയെല്ലാം നീന്മയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ. ഹല്ലേലൂയ. ഇമ്പവും ഓ ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ചേർന്ന് പാടാമോ? അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. 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 അക്കരങ്ങളെ എല്ലാം ഉയർത്തി യേശുവേ എന്റെ ആശ്വാസമേ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ യേശുവിനെ എല്ലാവരും ഹൃദയത്തിലൊന്ന് ധ്യാനിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? അപ്പായേ എന്റെ യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പായേ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലമായി യേശുവിനെ ഓർത്തുകൊണ്ട്, ആ യേശുവിനെ ഓർത്തുകൊണ്ട്, അപ്പാ എന്റെ ആശ്വാസം അങ്ങാണ്, എന്റെ എല്ലാം അങ്ങാണപ്പാ, എന്റെ ആശ്രയം അങ്ങാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ആശ്വാസവും ഞങ്ങളുടെ ആശ്രയവും ഹല്ലേലൂയ, ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ സകലവും അപ്പനാണ്. ഹല്ലേലൂയ. അപ്പ ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ വേറെ ഒന്നുമില്ല പിതാവേ. അപ്പ ഞങ്ങളുടെ സകലതും അപ്പനാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഓരോ ദിവസവും തരുന്ന കർത്താവേ സാക്ഷ്യത്തിനായി നന്ദി പറയുന്ന അപ്പ, ഞങ്ങൾ ഇത്രത്തോളം നടത്തുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. അപ്പൻ്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള മെസ്സേജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, അപ്പൻ്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സർവമാനവോധോപ്പന് യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 Thank you so much.
ദൈവം അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയായി. ആന്റി ഓർമ്മിപ്പിച്ചതുപോലെ ആദ്യത്തെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് കർത്താവിന്റെ വചനവുമായി കടന്നു വരുന്നത്. എന്നെ വിളിച്ച ആളെയും എന്നെ ഇപ്പൊ പരിചയപ്പെടുത്തിയ ആളെയും പരിചയമല്ല, പക്ഷെ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ആത്മാവിൽ നമുക്ക് ബന്ധമുണ്ട്. കർത്താവിന്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേക എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിമാരോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. എൻ്റെ പേര് അഞ്ജു എന്നാണ്. ട്രിവാൻഡ്രത്ത് കർത്താവിന്റെ വേല കുടുംബമായി ഞങ്ങൾ ചെയ്യുന്നു. അഞ്ജു ജോമോൻ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. പാസ്റ്ററിന്റെ പേര് ജോമോൻ എന്നാണ്. 3 കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. മൂത്ത മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, റോഷൻ. 2 കുഞ്ഞുങ്ങൾ റോൺലി, റാഫ 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലുമായിട്ട് 2 പേര് പഠിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ, എല്ലാ സമയത്തല്ല, ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ശുശ്രൂഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ പരസ്പരം നമുക്ക് നമ്മളെ അറിഞ്ഞൂടെങ്കിലും നമ്മെ എല്ലാവരും അറിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗിന്റെ ഈ സമയം പരിശുദ്ധാത്മാവ് വലുത് നമ്മുടെ ലൈഫിന്റെ അകത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആമേൻ കേൾക്കുന്ന ദൂതുകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാമെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കും, വലിയ മഹത്വങ്ങൾ സംഭവിക്കും. വീഡിയോ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നവർ ദയവേത് സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോകളെ ഓപ്പൺ ചെയ്താട്ടെ. നിങ്ങളെ കണ്ട് ശുശ്രൂഷിക്കുമ്പോൾ കുറച്ചുകൂടെ പിന്നെ സൗകര്യപ്രദമായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? അല്പസമയം നമുക്ക് ആത്മാവിന് അന്യഭാഷ അല്പസമയം നമ്മൾ പ്രാർത്ഥന ശേഷം ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കുന്നത് പോലെ ആമേൻ ഈ ശുശ്രൂഷകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് കഴിഞ്ഞ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ വിചാരിച്ചു 6 മണിക്ക് പറഞ്ഞുകൊണ്ട് 6 മണിക്ക് കയറാം. 1 hour ഉണ്ടല്ലോ. അപ്പം എനിക്കൊരു 7:30 എനിക്കൊരു മീറ്റിങ്ങിന് കയറണം. അപ്പോ എല്ലാം ദൈവം ചന്തോചിതമായി ചെയ്യട്ടെ. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ദാസി ഓർപ്പിച്ചതുപോലെ ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളാകുവാൻ ഞങ്ങൾ അനുവദിക്കരുത്. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയ്ക്ക് വേണ്ടി ഫലം കായ്ക്കുന്ന കർത്താവെ വൃക്ഷങ്ങളായി ഞങ്ങൾ മാറട്ടെ. ലബ്രഹു നറഹസിയൽ ഖദാനിയ അധുരഘടകരഗതനജന. അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹാലൂയ ലറാഖദിയ സഖേലിയ റഗലിയ ധനാദിഘടകരഗതന അടഗതനഗജന തുരഘടകശ. കർത്താവെ, ഇന്ന് രാത്രി പ്രവചന ശബ്ദങ്ങൾ ഓപ്പൺ ആകട്ടെ. വചനത്തിന്റെ റെവലേഷനുകൾ ഓപ്പൺ ആകട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ആമേൻ ഹല്ലേലൂയ വഴികൾ കർത്താവ് വ്യക്തികൾക്ക് വേണ്ടി ആമേൻ ഇന്ന് രാത്രി തുറക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആടും കുറവുകളെ കർത്താവ് ഓർക്കാതെ വണ്ണം റാതുനി അൽഖബാന റബൽ തനിയസ്തന അർത്ഥരഘടകജുട റഹത്തിലിയസന. യേശുവിന്റെ നാമത്തിൽ ദൈവമേ വഴികളെ വിശാലതയിലേക്ക് ലബ്രയോ ഖമാനിയ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥിച്ചിട്ടും മറുപടികളില്ലാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവമേ അവിടെ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അർത്ഥരഗജന ധീരഹന്താന ഹഷ്ബസേനിയാല കർത്താവെ, ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. പിടിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധന ശക്തികളിൽ നിന്നും കർത്താവെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഇരുട്ടിന്റെ മേഖലകളും ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ പൊളിഞ്ഞു മാറുക എന്ന് കൽപ്പിക്കുന്നു. അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് രാത്രി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലെബ്രഖോ ശിഖേരി ലാബ്രയ ധനാധനധരഘടകസിയൽ കമാൻ അർത്ഥരഘടക ദുടകരക ദുരിബിരിബിരിബിരി ലേബ്ര ധന അറകൽ കടക ദുടകരക ദുരികൾ കടക ദുടകരകധന അസ്തര അധികൾ കടക റിഗധനി അർത്ഥല റേബ്ല റിബാ ശഖാരി അൽക്കബാല ബാലബ ലേബ്രോ ടോ സിയൽ കബാന ഹസ്തലത്തുടകൽ കടകധന അർത്ഥോ റകൽ കടക ദുടകരക ധിരാസികൾ കഥേനിയ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി അങ്ങയുടെ അഗ്നി കർത്താവെ ഞങ്ങളുടെ മേൽ കത്തട്ടെ. അന്യഭാഷ അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ജഡത്തിലല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ അവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തോടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിനെ ഹല്ലേലൂയ ഒതുക്കുവാൻ പിശാചിന് കഴിയത്തില്ല.
ഒതുക്കുവാൻ പിശാചിന് കഴിയത്തില്ല. യെസ്, ലാ ബ്രധുഡിയൽ ഖമാന. ആത്മാവിൽ കണക്ട് ആകുന്ന, ആത്മാവിൽ കയറുന്ന, ആമൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ തൊടുവാൻ പിശാചിന് കഴിയത്തില്ല. റബ ഖബാല റിഗദറിയ ലേബ്ര യദൂസി അൽക്കമാനം അൽത്തേരി അർത്തന റഗൽ കട്ടക സിയൽ കബാന ബാല റേബ്ലോ റിയത്തന സിയതനിയ അസഗൽ കടക ദുഡഗരഗദുരിയ സകേരി അൽക്കബാലം റെംലോ റിഹാംസിയ നൊറോഫോ സിയർത്ത ശരാദി ഘടകസിയ. യെസ്, ഇതിനകത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആമൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ തൊടുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല, ഒരു പിശാചിനും കഴിയത്തില്ല. ആമേ റൽബ ഖമന ഹസ്തര ലേബ്ര റിസീവ് റിസീവ് റിസീവ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ മഹത്വം ഇറങ്ങുന്ന രാത്രിയായി മാറട്ടെ. ദൈവത്തിന്റെ വലിയ മഹത്വം ഇറങ്ങുന്ന രാത്രിയായി മാറട്ടെ. പ്രാർത്ഥിക്കുന്ന നിന്നെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യനും പിശാചിനും കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. തീച്ചൂളയ്ക്ക് നടുവിൽ കൂടെ നീ പോയാലും, ആമേൻ, ചെങ്കടലിന്റെ നടുവിൽ കൂടെ പോരുന്നാലും വിജയം നിനക്കുള്ളതാണ്. പ്രാർത്ഥിക്കുന്നവന്റെ സൈനാണ് വിക്ടറി എന്ന് പറയുന്നത്. ഇന്ന് പകൽ, ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതിന്റെ അകത്ത് ചില ജയങ്ങൾ വരാൻ പോകുന്നു. ചിലരോട് പരിശുദ്ധാത്മ പ്രവചിച്ച് പറയുകയാണ്, ചില ജയങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. കഴിഞ്ഞ നാളുകൾ ചില തോൽവികൾ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് വന്ന് റബ ഖമന ഘടക സിയൽ ഖമന, ചില തോൽവികൾ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് വന്ന് ആമേൻ നിരാശയുടെ പടുകുഴിയിലാക്കിയിരിക്കുന്ന, ആമേൻ, ചില വ്യക്തികളോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ലൈഫിന്റെ അകത്ത് ജയങ്ങൾ കാണാൻ പോകുന്നു. റബ ശകല പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട്, വസ്തു സംബന്ധമായി, ആമേൻ, ഹാലിൽ വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആമേൻ, ചിലരെ പരിശുദ്ധാത്മാവനെ കാണിക്കുന്നു. അത് വിറ്റ് കഴിഞ്ഞാലേ നിനക്ക് നിന്റെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ പല കാരണങ്ങളാലും അത് തടസ്സപ്പെട്ടു പോകുന്ന നിലവാരത്തിൽ അതിനെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്ന ചില ബ്ലോക്കുകൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അത് അഴിയുന്നു. അഴിയുന്നു. റബ ഖമാനഗശസി. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തോട്ട് ഗർഭപാത്രങ്ങളെ കർത്താവ് ഇന്ന് രാത്രി തുറക്കുകയാണ്. റബൽ ഖമനഗഡഗ സിയൽ ഖമനബദിയ. നിന്നയുടെയും പരിഹാസത്തിന്റെ നടുവിൽ, ചില വിഷയങ്ങളുടെ നടുവിലായിരിക്കുന്ന ചിലതിനെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മഹത്വത്തിന്റെ ജയം വരാൻ പോകുന്നു. നിന്റെ മഹത്വത്തിന്റെ ജയം വരാൻ പോകുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. റബല ഹദുനി ഘടകസി. പരിശുദ്ധ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് ഈ രാത്രി നമ്മുടെ മേൽ പകരുന്നു. റിബാല ഹത്തന റഗൽ ഘടക ശകര ഘടകസിയ. പിതാവന്റെ സ്വർഗ്ഗ നല്ല കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. നമ്മുടെ നടുവിൽ ഇറങ്ങിയിരിക്കുന്ന അങ്ങയുടെ വലിയ നൗഞ്ചിങ്ങിനായി നന്ദി പറയുന്നു. ഇന്ന് രാത്രി ചില ദൈവപ്രവൃത്തികൾ ആമേൻ ഫ്രീ ആയി വെളിപ്പെടട്ടെ. നിയോഗങ്ങൾ വെളിപ്പെട്ട്, മാൻഡിലുകൾ വെളിപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയാം, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആമേൻ ഒരു ഗ്രൂപ്പിനെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14:2 വാക്യത്തിൽ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ മർമ്മങ്ങളെ സംസാരിക്കുന്നു, ആ മർമ്മങ്ങൾ ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ അവൻ ഒരു കൂട്ടത്തെ, അങ്ങനെ ചില ബലാത്കാരികളെ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് നിന്ന് കർത്താവിന്റെ ആത്മാവ് പൊക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചത് ചില ജയങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു. പലവിധ വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ തോൽവിയുടെ നടുവിലായിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറഞ്ഞ ചില ജയത്തിലേക്ക് നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നയിക്കാൻ പോകുന്നു. പറയും, എത്ര പേരാമൻ പറയും. ഇന്ന് രാത്രി ചില ജയങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു. റോഖോ ഷെഖാറിയൽ കദനയ ലേബ്രിയ സനോറ ഹൽതേനിയ സെറ്റേറിയ ലേഖോ സെക്കേരിയൽ കബായ ദുഡിയാല ഘടകസിയ. മേരി റോബർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ആന്റിയോട് പരിശുദ്ധാത്മാവ് ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയ ആന്റിയോട് പറഞ്ഞു, ചില ജയങ്ങൾ ആന്റി നിങ്ങളെ തേടി വരാൻ പോകുന്നു. കഴിഞ്ഞ 3 മാസങ്ങൾക്കിപ്പുറം പല വിഷയത്തിന്റെ നടുവിൽ ഒന്ന് മാറി നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രതികൂലത്തിന്റെ കാറ്റുകളെ ഇന്ന് പരിശുദ്ധാത്മാവിനെ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തലമുറകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു വലിയ വായ്ത്തത്വത്തിന്റെ പൂർത്തീകരണം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ബോണ്ടേജുകൾ ഇട്ട്, ബ്ലോക്കുകൾ ഇട്ട് അനുഗ്രഹത്തിന്റെ പടിവാതിൽ എത്തി നിൽക്കുന്നു. എന്നാൽ ആ പടിവാതിൽ എത്തി നിന്ന് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ആ അനുഗ്രഹത്തെ മുളയിലെ നുള്ളിക്കളഞ്ഞ് പല മേഖലയ്ക്കകത്ത് നഷ്ടമാക്കുന്ന അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നത്. രാത്രി ചിലത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ചിലത് കൂടിച്ചേരൽ എന്നൊരു വേർഡ് ദൈവം പറയുന്നു. അറ്റുപോയതിനെ കൂടിച്ചേരുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ വീട്ടിനകത്ത് വ്യാപരിക്കുകയാണ്. അറ്റുപോയ ചില ബന്ധങ്ങൾ അറ്റുപോയ ചില ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കാൻ പോകുന്നു.
ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വേദ പുസ്തകത്തിലെ ഒരു ഭാഗത്തെ ദൈവാത്മാവിനെ കാണിക്കും. ഹസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം. ചിതറിക്കിടക്കുന്ന അസ്ഥികളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ആ ഒരു ഭാഗം കാണിക്കും. ചിതറിക്കിടക്കുന്ന അസ്ഥികൾ. പ്രവാചകന്റെ നാവിൽ കൂടെ ദൈവശബ്ദം പുറപ്പെട്ടപ്പോൾ അവൻ അസ്ഥികളും മാംസങ്ങളും തൊലികളൊക്കെ വന്നു ചേർന്ന് ജീവൻ പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നത് ചിതറിക്കിടക്കുന്ന ചിലത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചിതറിക്കിടക്കുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവാത്മാവ് ദൈവമെന്തെന്നും ദൈവമാരെന്നും വെളിപ്പെടുത്ത ദിവസങ്ങൾ ആമൻ അത് എണ്ണമറ്റതാണ്. ദൈവാത്മ പറയുന്നു ചില എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകത്ത് ചില വാർത്തകൾ നിങ്ങളുടെ ചെവികളിൽ കേൾക്കും. റാതു സൈറ്റല റയാബ കമാനിയ. കർത്താവിന്റെ ആത്മാവ് എസ്സിൽ തുടങ്ങുന്ന ഒരു നെയിം ദൈവാത്മാവിനെ കാണിക്കുന്നു. എസ് ലെറ്ററിൽ തുടങ്ങുന്ന ഒരു നെയിമിന്റെ അകത്ത് ഒരു വലിയൊരു ഡെലിവറൻസ് വ്യാപരിക്കാൻ പോകുന്നു. പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവം. നിന്നെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, അന്യഭാഷയിലെ മേരി ആന്റിയോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളെടുത്ത ഉപവാസം, കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളെടുത്ത ചില ഡെഡിക്കേഷനുകളെ ദൈവം ഓർക്കുന്നെന്ന് ദൈവാത്മാവിനെ പറഞ്ഞു. ചില ഫേവറുകൾ ചില ഡെഡിക്കേഷനുകളെ ദൈവത്തിന്റെ ആത്മാവ് ഓർക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധൻ പറയുന്നത് ദൈവം ഇന്ന് രാത്രി നിങ്ങളെ ഓർക്കുന്നു. ദൈവം ഒരു വ്യക്തിയെ ഓർത്തു കഴിഞ്ഞാൽ, ദൈവം ഒരു വ്യക്തിയെ ഓർത്തു കഴിഞ്ഞാൽ, ആരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ദൈവം ഒരു വ്യക്തിയെ ഓർത്തു കഴിഞ്ഞാൽ പ്രിയ കുഞ്ഞെ, നിന്നെ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. നിനക്ക് മതി എന്ന് പറയുന്നത് വരെ അത് കഴിഞ്ഞും നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇന്ന് പ്രാർത്ഥിക്കരുത്, നിന്റെ ഒരു വാക്ക് മതി എന്റെ ലൈഫ് മാറാൻ, നിന്റെ ഒരു ഫേവർ മതി എന്റെ ലൈഫ് മാറാൻ, എന്റെ ലൈഫിന്റെ അവസ്ഥകളെ ഒന്ന് തിരിക്കാൻ. കർത്താവ്, നിന്റെ ഒരു വാക്ക് മതി. കർത്താവിന്റെ ആത്മ പറയുന്നു ചില ഡെലിവറൻസുകൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ചില മേഖലയ്ക്കകത്ത് ഏഞ്ചൽസ് ഇറങ്ങുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. ചില കാര്യനിർവഹണങ്ങൾക്കായി നിങ്ങളുടെ മേൽ വലിയൊരു വിളിയുണ്ട്. വലിയൊരു പ്രവാചക ദൗത്യത്തിനുടമയാണ് നിങ്ങൾ. ഇന്ന് രാത്രി ദൈവാത്മ പറഞ്ഞു, നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഷാർപ്പാക്കുകയാണ്. ഒരു ആൺകുഞ്ഞിനെ ദൈവാത്മാവനെ കാണിക്കുന്നു. അവനുമായി ബന്ധപ്പെട്ട വലിയ വേല ദൈവാത്മ നിങ്ങളുടെ തലമുറകളിൽ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയാം. ഒരു ആൺകുഞ്ഞിന് ദൈവാത്മാവനെ കാണിക്കുന്നു. ദൈവത്തിന്റെ വേലയുമായി ബന്ധപ്പെട്ട ശക്തമായ ദൈവാത്മാവ് ഉപയോഗിക്കാൻ നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരു മിഷണറി കുടുംബമായി ചൂസ് ചെയ്ത് വെച്ചേക്കും. എന്നാൽ ഇന്നുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് ഒത്തിരി പ്രയാസമാണ്. അത് വിചാരിക്കുമ്പോൾ തന്നെ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രയാസം നിങ്ങളുടെ ലൈഫിന്റെ അകത്തുണ്ട്. എന്നാൽ ദൈവം ഈ ദിവസങ്ങളിൽ ചിലത് മാറ്റിമറിക്കും. ചുഴലിക്കാറ്റ് വീശുന്നത് പോലെ ചില വിഷയങ്ങളുടെ നടുവിൽ ചില തിരിവുകളെ ദൈവത്തിന്റെ ആത്മാവ് സംഭവിപ്പിക്കും. പ്രാർത്ഥിച്ചോ ചില കാര്യനിർവഹണങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലേ ബ്രച്ചനി ആ സിസ്റ്റർ ദൂത് പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ദൈവാത്മാവ് നിങ്ങളുടെ ലൈഫിന്റെ അകത്തും ദൂതന്മാർ ഇറങ്ങാൻ പോവാ. ദൂതന്മാർ എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ കാര്യങ്ങളെ നിർവഹിച്ചിട്ടുണ്ട്. ദൂതന്മാർ എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ കാര്യങ്ങളെ നിർവഹിച്ചിട്ടുണ്ട്. പ്രത്യേക അഭിഷിക്തന്മാരുടെ കാരണങ്ങളാൽ ശുശ്രൂഷയിൽ ഒതുങ്ങിപ്പോയ ചിലതിനെ ദൈവാത്മാവ് ഇന്ന് രാത്രി പുറത്തെടുക്കും. ദൈവാത്മാവ് പറയുന്നത് അഭിഷിക്തന്മാർ ഒതുക്കിയ ശുശ്രൂഷകൾ, അഭിഷിക്തന്മാർ എന്ന് പറയുന്നവരത്തെ നിങ്ങളുടെ കൃപകളെ ചോദ്യം ചെയ്ത് ഇത് എന്തോ ആത്മാവാണ്, ഇത് എന്തിലാ പ്രവചിക്കുന്നത്, എന്തിലാ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ശുശ്രൂഷകളെ ഒതുക്കിയത് ദൈവാത്മാവ് അങ്ങനെയുള്ള ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. ധീരധാരിയ ലഗതരേദിയ അസ്തരീതന ജുഡ അൽബ്രബലി ഖബറഹത്തൂടി കർത്തജാതികട്ടി കടകൽ കടകേജി വേരഘടകതുടക ഷൈഡരാതിഘടക ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചില ബലാത്കാരികൾ ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ആത്മാവിൽ ചിലതിനെ സെൻസ് ചെയ്ത് അതിനെ ഷൂട്ട് ചെയ്യുവാൻ, ആത്മാവിൽ സെൻസ് ചെയ്ത് ചിലതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുവാൻ ചില ബലാത്കാരികൾ ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേച്ചു വരട്ടെ.
ഉടരബ ഹന്തലറകബന ഷൈഡരാതികൾ കടകസി ലേബ്രഖബായ ധുടാരികൾ കടകസി. ഓ, തൈറോയിഡിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സൗഖ്യമാക്കുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നു. ഉടരഹസി അൽക്കമന. കർത്താവിന്റെ ആത്മാവ് എന്നെ ഒരു പേര് എഴുതി കാണിക്കുകയാണ്. സന്തോഷം എന്ന് പറയുന്ന ഒരു പേര് ദൈവാത്മാവിനെ എഴുതി കാണിക്കുന്നു. ഈ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തോണം. സന്തോഷ് എന്നൊരു പേര് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. നിങ്ങളുടെ വീട്ടിനകത്തോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യണം. സന്തോഷ് എന്ന പേരുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് ചില ഡെലിവറൻസുകൾ അയക്കാൻ പോകുന്നു. ഉദര ഹലിഖതയാർത്ഥല യമ്ര ലഹോഷിയ ഥസൈറ്റല യമഹദുനിയ സബ്രയാ കലഘട്ടകസി. കർത്താവിനെ കാണുക. പുള്ളി ഒരു ടാക്സി ഡ്രൈവറാണ്. സന്തോഷ് എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറാണ്. ടാക്സി ഓടിക്കുന്ന ഡ്രൈവറാ പുള്ളി. റാഥു സിയാൽ തൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. റാഖി ബലഭയാതനായ രാശിഖേരി എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ആത്മാവിന്റെ ഒഴുക്ക് വെളിപ്പെടാതെ അവൻ ഇരിക്കുന്ന സകല തടസ്സങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ കട്ട് ഔട്ട് ചെയ്യും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. റബ ശരല ഹസ്ബ റോഫലയ ലേബ്രയ കസ തൂരിയൽ കദായ റിലിഥയാമന ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് പിന്നെ ആവർത്തിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറുന്ന ഒരു ജനറേഷൻ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് എഴുന്നേറ്റ് വരും. ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറുന്ന ഒരു ജനറേഷൻ ഇന്ന് രാത്രി ഇതിനകത്ത് എഴുന്നേറ്റ് വരും. ലാബ്ര കബന തിരകതരകടക ചുടരകതനക സിയൽ കബാല ലേബ്രയ കബാനിയ സനോർദിലി ബിയത്തോറ ദിലിയർത്തല അസ്തരകടകശി. പ്രാർത്ഥിച്ചാട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട് ഉടന ഹദിന ഗൽക്കമന ബല വൈശകടക തിരകടക സിയൽ കമന. താങ്ക് യു ഫാദർ ലോർഡ് ജീസസ്. ഓഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ടവർ, നിങ്ങളുടെ വിവാഹ വാർഷികങ്ങളോ നിങ്ങളുടെ ബർത്ത്ഡേയോ ഓഗസ്റ്റ് മാസവുമായി നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓഗസ്റ്റ് മാസവുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുടെ ലൈഫിന്റെ അകത്തൊരു ഷിഫ്റ്റ് വെളിപ്പെടുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസവുമായി ബന്ധമുള്ളവർ, ഓഗസ്റ്റ് എന്നൊരു മന്ത് ദൈവാത്മാവ് കാണിക്കുന്നു. ആ മാസവുമായി നിങ്ങളുടെ തലമുറകൾക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഒരു എന്റെ മകള് അക്സ ഈ ആഗസ്റ്റ് 1 ബർത്ത്ഡേ ആയിരുന്നു. 9 ദിവസമായി. അക്സ എന്ന് പറയുന്ന ആളിനകത്തുണ്ടോ? ഉണ്ട്. വിജിത എന്നായിരിക്കും ചിലപ്പോ അതിനകത്ത് പേര് വന്നേക്കുന്നത്. എന്റെ ബർത്ത്ഡേ ഓഗസ്റ്റിലാണ്. അക്സ ജിംസൺ ആണോ? അത് തന്നെ. ഓഗസ്റ്റ് മാസം ഉള്ളവരെല്ലാം, ഓഗസ്റ്റ് മാസം ആയിട്ട് ബന്ധമുള്ളവരെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നത് ഈ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിന്റെ അകത്തൊരു വലിയ അക്സയോട് ദൈവാത്മ പറയുന്നു. കരഞ്ഞ് വിലപിച്ചിരിക്കുന്ന ഒരു വിഷയത്തെ ദൈവാത്മാവിനെ കാണിക്കുന്നു. അതിന്റെ അകത്തൊരു നീക്കുപോക്ക് കർത്താവ് ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കോടെ ഇന്ന് രാത്രി അമേൻ ചോദിക്കുന്ന നിലവാരത്തിൽ എന്റെ ലൈഫ് അമേൻ എന്തായി തീരും എന്നുള്ള ചില ക്വസ്റ്റ്യൻ മാർക്കുകൾ ദൈവാത്മാവ് അത് ഏറ്റെടുത്ത് ഒരു പുതിയ ഷിഫ്റ്റിലേക്ക് നിന്നെ അയച്ചുവിടും. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ആമേൻ. ചില ഷിഫ്റ്റുകൾ ചില കുറ്റപ്പെടുത്തലുകളുടെ വേർഡില് ചില ആമേൻ നിന്നയുടെ അവസ്ഥകളെ ആമേൻ ഹല്ലേലൂയ ചില നിന്നയുടെ അവസ്ഥ, ചില കണ്ണുനീരുകളെ തുടച്ച് ദൈവം ആമേൻ നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവിനോട് പറയുന്നു നിന്റെ ടോൾ ബ്രാറ്റാസ ഫെൻറ്റയസിയ സെനയാർത്തൽ കറി ലഗധൂഷകസി അർത്ഥരഘടക ശഖാരിയ. എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കാവോ? ഓക്കെ. നമ്മളെ പ്രാർത്ഥിച്ചോ. ഒരു വലിയ ഡെലിവറൻസ് ഇന്ന് രാത്രി നിന്റെ മേൽ സംഭവിക്കുന്നു. പിന്നെ സെപ്റ്റംബർ മാസമായി എനിക്ക്
കമന്റ് ചെയ്ത എല്ലാവരുടെ മേലും ഒരു തിരിവ് സാമ്പത്തിക മേഖലയ്ക്കകത്തും ഹല്ലേലൂയ ആമേൻ മിനിസ്ട്രിയുടെ മേഖലയ്ക്കകത്ത് ലൈഫിന്റെ എല്ലാ മേഖലയ്ക്കകത്ത് ഒരു ഷിഫ്റ്റ് വെളിപ്പെടാൻ പോകുന്നു. ദൈവാത്മാവ് പ്രത്യേകാല് ആ ഒരു മന്ത് തന്നെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ആമേൻ. ഇന്ന് രാത്രി എനിക്ക് ഈ ഗ്രൂപ്പിനോട് പറയേണ്ട ഒരു കാര്യം, ആമേൻ, നമ്മൾ ആത്മാവിൽ വളരുന്നവരായിരിക്കണം. ഓക്കെ, ഞാൻ വചനത്തിലോട്ട് വരും. അതിന് മുന്നേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആത്മാവിൽ വളരുന്നവരായിരിക്കണം. ആമേൻ, ആമേൻ പറഞ്ഞു. നിങ്ങൾ അതിൽ ഏറ്റെടുക്കണം. പറയുന്ന ഏത് ദൈവശബ്ദത്തെയും നിങ്ങൾ ഏറ്റെടുക്കണം. ആത്മാവിൽ നമുക്ക് വളർച്ചയില്ലെങ്കിൽ നമ്മളുടെ ഭൗതിക ജീവിതത്തിന്റെ അകത്ത് നമ്മൾ തോറ്റുപോകും. ആമേൻ. ആത്മാവിന്റെ ഫലം നമ്മളിൽ വെളിപ്പെട്ടില്ല എങ്കിൽ ഭൗതിക ലൈഫിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? തോറ്റുപോകും. ഹല്ലേലൂയ. നമുക്ക് ഓൺ ഷൂസിൽ നിൽക്കാൻ പറ്റത്തില്ല. പല പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ആടിപ്പോകുന്നതിന്റെ കാര്യം, നമ്മൾ പല പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്കതിനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ദൈവത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പിറുപിറുക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് മെഡിസിൻ കഴിക്കുന്ന ഒരു വ്യക്തിയെ ദൈവാത്മാവിനകത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഉറക്കമില്ലായ്മ വെളിപ്പെടുന്ന ഉറക്കമില്ല, രാത്രി കിടന്നാൽ ഉറക്കമില്ല, CP പിൽസ് കഴിച്ചാൽ ഉറക്കമില്ല, അങ്ങനെ ഒരു മേഖലയ്ക്കകത്ത് അകപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കഴിയുമെങ്കിലും ഒക്കെ, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ആരോടാണ് പറയുന്നുള്ള. ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഉണ്ട്, ഷാരോൺ ജോസ്. ഓക്കെ, കർത്താവിന്റെ ആത്മാവ് നിന്നെ തൊടുന്നു. കേൾക്കാൻ പാടില്ല, കേൾക്കാൻ എന്റെ അമ്മയ്ക്ക് എനിക്കല്ല, എന്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്കും പപ്പയ്ക്കും രണ്ടുപേർക്കും രാത്രി ഉറക്കമില്ല. അവർ മെഡിസിൻ കഴിക്കുവാണോ? മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതും ഇപ്പൊ ഒന്നും വലിക്കുന്നില്ല. ഇപ്പം മെഡിസിൻ ഇല്ലാതും ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും ഒത്തിരി നാളായിട്ട് പിന്നെ കൂടെ ഉണ്ടോ? അപ്പയമ്മയും കൂടെ ഉണ്ടോ? അതോ വേറെ അടുത്താണോ? ഇല്ല, അവര് വേറെ എടുത്താ. അവര് അഭിഷേകവും പ്രാപിച്ചിട്ടില്ലേ. ഇപ്പൊ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ അവര് എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും ആ ഒരു വിഷയത്തിനകത്ത് അവർ ഒത്തിരി സഫർ ചെയ്യുന്നു. ഷാരോണ് സഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം അവരുടെ മേലൊരു വലിയ ഉറക്കമില്ലാതിരിക്കുമ്പോഴത്തേക്കും വലിയൊരു അസ്വസ്ഥതയാണ്. അത് അനുഭവിക്കുന്നവർക്കേ അത് അറിയത്തുള്ളൂ. അത് ഡിപ്രഷന്റെ മേഖലയാണ്. അത് ഡിപ്രഷന്റെ മേഖലയാണ് കാണിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേലൊരു സൗഖ്യം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് വി റെബ്യൂക്ക് all Satan authority in the mighty name of Jesus. Every darkness out in the mighty name of Jesus. ആ ഭവനത്തിന്റെ അകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ രണ്ടുപേരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ആ നിരാശയുടെ തലങ്ങൾ, ഡിപ്രഷന്റെ തലങ്ങൾ, ഭാരം, വേദനകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ ഉറക്കഗുളിക കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റാത്ത മേഖലയ്ക്കകത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യത്തെ പ്രഖ്യാപിക്കുന്നു. ഇന്ന് രാത്രി അവർ സുഖമായി കിടന്നുറങ്ങട്ടെ. ഇന്ന് രാത്രി അവർ സുഖമായി കിടന്നുറങ്ങട്ടെ യേശുവിൻ നാമത്തിൽ. ഇന്ന് രാത്രി അവർ സുഖമായി കിടന്നുറങ്ങട്ടെ. താവേ, അടുത്ത ദിവസം ഷാരോൺ വിളിക്കുമ്പോൾ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു എന്ന് അവർ സാക്ഷ്യം പറയുന്ന വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് മുതൽ ഒരു സൗഖ്യം അവിടെ മേൽ വ്യാപരിക്കും. വിശ്വസിക്കുക കേട്ടോ. ദൈവം അത് ആ ഒരു ഇത് വെളിപ്പെടുത്തിയെങ്കിൽ ദൈവം അത് വിടുതലിന് വേണ്ടി വെളിപ്പെടുത്തി. ഇതിനകത്ത് ഭയങ്കര സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രവചനങ്ങളും സൗഖ്യങ്ങളും ഒക്കെ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാളിക റൂം നമുക്കുണ്ടായിരിക്കണം. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിച്ചു വരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ നമുക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. മറ്റൊരാളുടെ സഹായം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആമേൻ ആ പ്രോസസ് മീൻസ് നമ്മളായിരിക്കുന്ന ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയിൽ മറ്റൊരാളുടെ സഹായം നമ്മൾ തേടുമ്പോൾ ആ ആളുടെ അസാന്നിധ്യം നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ആള് നമ്മളെ സഹായിക്കാൻ അന്നേരം നമുക്ക് കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ സാഹചര്യത്തിൽ നമുക്കൊന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിന്റെ അകത്ത് നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് പേഴ്സണലി നിങ്ങളുടെ പേഴ്സണൽ പ്രേയറുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ആത്മാവിൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങണം. ആത്മാവിന്റെ ഹല്ലേലൂയ ആമേൻ ഒരു സാന്നിധ്യം നമ്മുടെ മേൽ ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വിഫലമായി കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന എല്ലാം ജഡത്തിലാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ ജഡം പ്രബലപ്പെട്ട് നമുക്ക് നമ്മൾ തോറ്റു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്.
നമ്മളെല്ലാവരും ഉപവസിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഈ ഗ്രൂപ്പിനോട് ദൈവം പറയുന്നു, ആത്മാവിൽ വളരുക. ഒരു പക്ഷെ നമ്മളുടെ സ്പിരിച്വൽ ലൈഫ് നമുക്ക് ശരിയെന്ന് തോന്നിയിരുന്നാൽ പോലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു റേഞ്ചിന്റെ അകത്തേക്ക് നമ്മൾ കയറണം. ദൈവം ഏത് റേഞ്ചാണോ ആഗ്രഹിക്കുന്നത്, ദൈവം ഏത് നിലവാരമാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലവാരത്തിൽ നമ്മൾ കയറണം. പ്രത്യേകം ഇത് പറഞ്ഞിരിക്കുമ്പോൾ ജോണ്ടിസ് സൗഖ്യമാകുന്നു, മഞ്ഞപ്പിത്തത്തിന്റെ ഒരു സംഭവം ഇതിനകത്ത് സൗഖ്യമാകുന്നു. ആരെന്ന് എനിക്ക് അറിയത്തില്ല. മഞ്ഞപ്പിത്തങ്ങൾ സൗഖ്യമാകുന്നു, ഫാറ്റി ലിവറുകൾ സൗഖ്യമാകുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഫാറ്റി ലിവറുകൾ സൗഖ്യമാകുന്നു. സിസ്റ്റുകൾ അപ്രത്യക്ഷമാകുകയാണ്. യൂട്രസുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റുകളെ സർജറി പറഞ്ഞ കേസുകൾ ഇന്ന് രാത്രി സൂം മീറ്റിംഗിന്റെ അകത്ത് സൗഖ്യമാകുകയാണ്. റബഖബാനായ അർത്ഥൽ അത് പറയുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം വ്യാപരിക്കുന്ന യൂട്രസിന്റെ അകത്ത് സിസ്റ്റുമായി നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ മേൽ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം, അത് ആമേൻ, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരത്തില്ല. ദൈവം നിന്നെ സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ആത്മാവിൽ ആമേൻ വളരുന്ന ഒരു പ്രോസസ്സ് നിന്റെ ലൈഫിനകത്ത് ഡേ ടു ഡേ നീ സ്പിരിച്വലി നീ വളർന്നുകൊണ്ടിരിക്കണം. ഡേ ടു ഡേ നീ ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കണം. ഡേ ടു ഡേ നീ ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഉള്ളവരെ പിശാച് തൊടത്തില്ല. ആമേൻ പറ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ പിശാച് തൊടത്തില്ല. അങ്ങനെയുള്ള നിന്റെ കുടുംബത്തെ തൊടാൻ, അങ്ങനെയുള്ള നിന്റെ തലമുറകളെ തൊടാൻ, അങ്ങനെയുള്ള നിന്റെ ഫിനാൻസിനെ തൊടാൻ, അങ്ങനെയുള്ള നിന്റെ പ്രോപ്പർട്ടി തൊടാൻ ഒരു പിശാചിനും അനുവാദം ദൈവം കൊടുക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവികമായിട്ടുള്ള പ്രസൻസിനെ പ്രാപിക്കാൻ പറ്റത്തില്ല. നമ്മൾ പല മേഖലയ്ക്കകത്തും നമ്മളെ ശൂന്യമായി പോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് മിനിസ്ട്രി ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്നെ കേൾക്കുക. നിങ്ങൾ ആത്മാവിൽ വളരാൻ, ആത്മാവിൽ ആന്റിയോട്, ഈ മീറ്റിംഗിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ആന്റിയോടും ഞാൻ പരിശുദ്ധാത്മ സംസാരിക്കും. തകർന്ന ചില കുടുംബങ്ങളെ പ്രത്യേക ഡിവോഴ്സിന്റെ വക്കിലിരിക്കുന്ന കുടുംബത്തിലുള്ള ഒരു വലിയ മിനിസ്ട്രി കർത്താവിന്റെ ആത്മാവ് പ്രിയ ദേവാസിയെ നിങ്ങളെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ബഹുമാനത്തോടെ ഞാൻ കർത്താവിന്റെ ദൂതിനെ അറിയിക്കുന്നു. അറ്റുപോയ ചില കുടുംബങ്ങൾ, ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ചിലതിനെ ഒരുമിപ്പിക്കാൻ ഒരു കൗൺസിലിംഗ് സെഷൻ പോലെയൊക്കെ ദൈവാത്മാവിനെ കാണിക്കുന്നു. കൗൺസിലിംഗിന്റെ തലങ്ങൾ ദൈവാത്മാവ് ആമന് ദിവസങ്ങളിൽ ഓപ്പൺ ആക്കി കൊണ്ടിരിക്കുന്നു. ഇനിയും അതിന് ഭയങ്കര വർധനവുകളെ ദൈവത്തിന്റെ ആത്മാവ് ആമൻ പ്രിയ ദേവാസിക്ക് വേണ്ടി ഒരുക്കും. റിഖബയാതന പ്രത്യേക കൂടുതലായിട്ട് എന്നെ ദൈവാത്മാ കാണിക്കുന്നത് ഫാമിലി ബ്രോക്കൺ ആയിരിക്കുന്ന ആമേ ചില സഹോദരന്മാർ അവരെ കരത്തിലേൽപ്പിച്ച് അവരെ ഒന്നിപ്പിക്കുന്ന ഒരു വലിയൊരു മിനിസ്റ്റർ ആന്റി നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആമൻ അധികമായി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പുരുഷത്വത്തോടെ, ഒരു ബോൾഡോടെ ആമേ ചില വിഷയങ്ങൾക്കകത്ത് ആമേൻ കയറി വരുന്ന ഒരു തലത്തെ ദൈവാത്മ കാണിക്കുന്നു. ഒരു പുരുഷന് ചെയ്യാൻ പറ്റുന്നതിന്റെ അത്ര ഒരു പവർ, ഇതിനേക്കാൾ ഒരു ഭയങ്കര പവറോടുകൂടി ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ആമൻ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഇന്റർനാഷണൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് ആമേൻ ദേവദാസി ഒരു അമ്മയായി ആമേൻ ഹല്ലേലൂയ അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദേശങ്ങൾക്ക് വേണ്ടിയും അവരുടെ മിനിസ്ട്രികൾക്ക് വേണ്ടിയിട്ടൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ തലത്തെ ദേവാസിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഓപ്പൺ ആക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ പ്രാർത്ഥിക്കുക, വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ലൈഫിൽ വെളിപ്പെടട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ഇന്ന് രാത്രി വചനത്തിന്റെ അകത്ത് നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആമേൻ. പേഴ്സണലായി നിങ്ങളോട് സംസാരിച്ചില്ല, നിങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം ആമേൻ വചനത്തിൽ കൂടെ നിങ്ങളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പിന്നെയും എന്നെ ആ പേര് കാണിക്കുന്നുണ്ട് കേട്ടോ, ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. സന്തോഷ് എന്ന പേര്, ഒരു വലിയൊരു ഹീലിംഗ് ആ സഹോദരന്റെ മേൽ നടക്കുകയാണ്. നിങ്ങളുടെ പരിചയക്കാരോ ആരോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ആ പേര് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. സന്തോഷിന്റെ മേൽ ഒരു വലിയ ഹീലിംഗ് നടക്കുന്നു. ഇത് ലില്ലി ബാബു ആണ്. എന്റെ മോന് ടാക്സി ഡ്രൈവർ അല്ല, അവൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറാ. അവനെ വീട്ടിൽ വിളിക്കുന്ന പേര് സന്തോഷ് മോൻ എന്നാ. അവന്റെ അല്ലാത്ത പേര് സാം. എന്റെ മോനെ അത് ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പുള്ളി ഡ്രൈവ് ചെയ്യുന്ന കാണുക. ഡ്രൈവിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം. മോനെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാ, അവന് സ്വന്തമായ ബിസിനസ്. ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് ആന്റി, ആ പേരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിനകത്ത് ഹീലിംഗ് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അവര് കുടുംബമായിട്ട് ഇപ്പോ ലേറ്റ് ആയിട്ട് അവന്റെ മാരേജ് നടന്നത്. അപ്പൊ മാരേജ് നടന്നിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ വിഷയങ്ങൾക്ക് വേണ്ടി മോന് കുഞ്ഞുങ്ങളുണ്ടാകണം, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം എന്തുവാ നെഗറ്റീവായി, മീൻസ് മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം അസ്തമിക്കുന്ന വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. മെഡിക്കൽ റിപ്പോർട്ടുകളല്ല നമ്മുടെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്.
അകത്ത് ദൈവം ഒരു ഭയങ്കര ഹീലിംഗ് ചെയ്യുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. ആമേൻ ആമേൻ. ആമേൻ ഹല്ലേലൂയ. ദൈവം എന്തോ നിങ്ങൾക്ക് നല്ലൊരു തലമുറ തരും, നല്ലൊരു ആമേൻ തലമുറ തരും. വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുക. അത് ഞാൻ പിന്നെയും ഞാൻ ഇങ്ങനെ അത് ഞാൻ കാണും, ആ പേര് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ആമേൻ ആ ആമേൻ പേര് ആമേൻ എഴുതിയിരിക്കുന്ന ഒരു ഗോൾഡൻ ലെറ്ററിലാണ് ആ പേര് ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. ഹല്ലേലൂയ. കാരണം പലവിധ വിഷയങ്ങളുടെ നടുവിൽ പുള്ളി മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ പുള്ളിക്കകത്തുണ്ട്. ആ മാനസികമായിട്ടുള്ള ടെൻഷൻ കാരണം ശരീരത്തിന്റെ അകത്ത് ചില ബലഹീനതകളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾക്കകത്ത് ചില എന്തുവാ ധൈര്യത്തെ ദൈവാത്മാവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ധൈര്യത്തിന്റെ അഭിഷേകത്തെ ദൈവാത്മാവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേക ഫിനാൻഷ്യൽ ഏരിയക്കകത്ത് പുറത്ത് ലഭിക്കാതെ കിടക്കുന്ന ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കുരുക്കുകൾക്കകത്ത് ചില ദൈവപ്രവൃത്തി ചെയ്യാൻ പോവാം. മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സംഭവം, പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മാസങ്ങളൊക്കെ ആയി കൊടുക്കാൻ പറ്റാത്ത ആ ഒരു ഏരിയക്കകത്ത് ദൈവം എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. അവർ കുടുംബമായി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറയുക. ഒരു വലിയ ദൈവപ്രവൃത്തി ആ കുടുംബത്തിനകത്ത് സംഭവിക്കും. ആമേൻ. ദൈവം കാണിക്കുന്നതെല്ലാം വളരെ റിയൽ ആയിട്ടേ കാണിക്കത്തുള്ളൂ. ദൈവം ഒരു കാര്യം നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ വളരെ പക്കയായിരിക്കും. ആമേൻ. ദൈവം ചെയ്യുന്നത് മാത്രമേ പറയത്തുള്ളൂ. ഇന്ന് രാത്രി ഒരു വലിയൊരു ഫെയ്ത്ത് നമ്മുടെ മേൽ വരണം. ആമേൻ. 11-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിന്റെ അകത്ത് നമ്മൾ കാണാം, നമുക്കെല്ലാം സുപരിതമായിട്ടൊരു ഭാഗമാണ്. വേദത്തിൽ ആമേൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രവചന തലങ്ങളെ തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമുക്ക് പരിചിതമായിട്ടുള്ള 3 വ്യക്തികൾ, മാർത്ത, മറിയ, ലാസർ. സൺഡേ സ്കൂൾ പിള്ളേരെല്ലാം കാണാതെ പറയുന്ന 3 പേരാണ് മാർത്തയും മറിയയും ലാസറും. എന്റെ വിഷയം എന്ന് പറയുന്നത് യേശു അധികമായി സ്നേഹിച്ചിരുന്ന ഒരു ഭവനമാണ് ബഥാനിയിലെ ലാസറിന്റെ ഭവനം. അവൻ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ശുശ്രൂഷയുടെ സമയത്ത് വിശ്രമിക്കാനും അവിടെ ഏറ്റവും കൂടുതൽ ആ ഭവനവുമായി യേശുവിന് അടുപ്പമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പ്രൊഫറ്റിക്കലി നിങ്ങൾ ചാടിപ്പിടിച്ചോണം. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ അകത്ത് നിങ്ങളുടെ പേര് വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. എനിക്കറിയാം ഇതിന്റെ അകത്ത് നാറ്റം വെച്ച് നിൽക്കുന്ന ചില വിഷയങ്ങളെ ദൈവാത്മാവനെ കാണിക്കുന്നു. മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ട് പരിഹരിക്കപ്പെടാതെ ഇനി ദൈവത്തിനെ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ ഉള്ളവർ ഇതിന്റെ അകത്തുണ്ട്. ഈ പ്രവചന തലങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് വിത്തിൻ 10 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് ആ വിഷയങ്ങൾക്ക് ഒരു മറുപടി ദൈവത്തിന്റെ ആത്മാവ് തരും. ഞാനത് ഉറപ്പായിട്ട് പറയുവാണ്. എനിക്കിപ്പോ ഒരു ആദ്യം ഭയങ്കര ഹിൻഡ്രൻസ് ആയിരുന്നു. ഞാൻ ഈ ഗ്രൂപ്പിനോട് എനിക്ക് ശുശ്രൂഷിക്കാൻ ഒരു തടസ്സമായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊട്ടിക്കുകയാണ്. പ്രത്യേകം ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ജലസിയുടെ സ്പിരിറ്റ്, അസൂയയുടെ സ്പിരിറ്റിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊളിക്കുന്നു. അത് ദൈവ മക്കൾ എന്ന് പറയുന്നവരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണങ്ങൾ നടത്തി പല കാതുകളിലായി കൊടുത്ത അപവാദങ്ങൾ പറഞ്ഞ മേഖലകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിനെ അഴിച്ച് ഇതിനൊരു ഇന്റർനാഷണൽ തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഗ്ലോബൽ പ്രയർ സെല്ലായി, ഗ്ലോബൽ പ്രയർ ആഗോള തലങ്ങളിൽ, ഇന്റർനാഷണൽ തലങ്ങളിൽ ഒരു പ്രയർ വാരിയേഴ്സായി ഏത് വിഷയം നിങ്ങൾ ദൈവസന്നിധി ഗ്രൂപ്പ് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും. ഇന്നു മുതൽ അങ്ങനെ ഒരു ഫേവർ ഇതിന്റെ അകത്ത് ദൈവം തുറക്കുന്നു. ഏത് കഠിനതയേറിയ വിഷയങ്ങൾ, ഡോക്ടർ കൈവിട്ട കേസുകൾ, ഇനി പരിഹാരമില്ല എന്ന് പറയുന്ന കേസുകൾ, ദൈവത്തിന്റെ ആത്മ സൂസൻ ആന്റിയുടെ മേൽ അങ്ങനെ ഒരു ദൈവകൃപ പകർന്നിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് ഹല്ലേലൂയ ആരൊക്കെ ഇന്ന് അഡ്മിൻ ആയിരിക്കുന്നു നിങ്ങളുടെ മേൽ, ആ ദേവാസികളുടെ മേല് അങ്ങനെ ചില വലിയ തുറവികൾ ഇന്ന് രാത്രി തുറക്കുന്നു. ഏതൊരു ഹല്ലേലൂയ തടസ്സമേറിയ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച് കൈകാര്യം ചെയ്താലും അതിന്റെ അകത്ത് മറുപടി ഉണ്ടാകുന്ന ഒരു നിലവാരത്തിൽ ഈ ഗ്രൂപ്പിനെ ദൈവാത്മാവ് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. റാൽ ബഖമന ഹസ്തന 2027, 2028, 2029 ഇനി മുതലുള്ള 3 വർഷങ്ങളും ഈ ഗ്രൂപ്പിന് വളരെ നിർണായകമായിട്ടുള്ള വർഷങ്ങളാണ്. ഈ ഗ്രൂപ്പിന്റെ ബേസിൽ ഒരു വലിയ മെഗാ കൺവെൻഷൻ പോലെയൊക്കെ ഒരു വലിയ സ്റ്റേജിനകത്ത് വലിയൊരു ബിഗ് മീറ്റിംഗ് ഒക്കെ ക്രമീകരിക്കപ്പെടുന്ന ദൈവാത്മാവിനെ കാണിക്കും. ചില മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. അതിനകത്ത് ഒത്തിരി ജാതികൾ വന്ന് വിടുവിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്ന അതിന്റെ ഏറ്റെടുത്തോണം. ഇതിനകത്തുള്ള അഡ്മിന്മാർ, ഇതിനകത്ത് ആരൊക്കെയാണോ അധികാരികളായിട്ടിരിക്കും, നിങ്ങളത് പിടിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഈ ഗ്രൂപ്പിന്റെ അകത്ത് ചില സ്പോൺസർഷിപ്പുകൾ ഉടകമനഹം ഫിനാൻഷ്യലി ചില സ്പോൺസർഷിപ്പുകൾ ഇതിന്റെ അകത്ത് കടന്നു വരാൻ പോകുന്നു. ഞാൻ ആത്മാവിലൊരു കാര്യം പറയും, ഈ മീറ്റിംഗ് മുഖാന്തരം, ഈ ശുശ്രൂഷ മുഖാന്തരം നിങ്ങൾ ഏതെങ്കിലും മേഖലയ്ക്ക് വിടുവിക്കപ്പെട്ടവർ ഉറപ്പായിട്ട് നിങ്ങൾ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾ ഈ മിനിസ്ട്രിയെ കൈ താങ്ങണം. ഹല്ലേലൂയ. അയ്യോ അവർക്ക് പൈസ ഉണ്ടല്ലോ, അവർക്ക് നല്ല ഫിനാൻസ് ഉണ്ടല്ലോ, അവർ അതുകൊണ്ടാണ് നടത്തുന്നത് നിങ്ങൾ ഒരിക്കലും കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ദൈവത്തിൽ നിങ്ങൾക്കുണ്ടായെങ്കിൽ ആരോടൊക്കെ ദൈവാത്മ സംസാരിക്കുന്നു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടല്ലോ. ഈ മീറ്റിംഗ് മുഖാന്തരം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ഈ ഗ്രൂപ്പിനെ നിങ്ങൾ ലിഫ്റ്റ് ചെയ്യണം.
ആമേൻ. എനിക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ചോ ഇതിനകത്തിരിക്കുന്ന ഒറ്റ ആൾക്കാരെ കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, റിവൈവലുമായി ബന്ധപ്പെട്ട് ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട്. റിവൈവൽ, ഉണർവുമായി ബന്ധപ്പെട്ട് എന്തൊരു കണക്ഷൻ ഈ ഗ്രൂപ്പുമായി ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ആമേൻ. ഞാനൊരു കാര്യം പറയാം, വീണ്ടും ഞാനൊരു കാര്യം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഈ ശുശ്രൂഷ കൊണ്ട് നിങ്ങൾക്കൊരു നന്മ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഗ്രൂപ്പിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വലിയ മെഗാ ക്രൂസൈഡുകൾ, മെഗാ ഡെലിവറൻസ് മിനിസ്ട്രികൾ ആമേൻ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ദൈവാത്മാവിനെ കാണിക്കും. ഒരു ഹോളൊക്കെ ദൈവാത്മാവിനെ കാണിക്കും. എനിക്കറിയത്തില്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വലിയ ഹോള്, ഒരു ജംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഹോള് ദൈവാത്മാവിനെ കാണിക്കുന്നു. അത് ഒരു 100-150 പേർക്കൊക്കെ ഇരിക്കാൻ തക്ക വിധത്തിലൊരു ഒരു ഹോൾ, ഒരു AC ഹോളൊക്കെ ദൈവാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് അതിന്റെ സൈൻ എന്ന് പറയുന്നത്. ദൈവം അതിന്റെ വഴികളെ ഓപ്പൺ ആക്കും. വലിയ മീറ്റിങ്ങുകൾ അവിടെ നടക്കും. അത് ലേഡീസിന്റെ ബേസിലായിരിക്കും ആ മീറ്റിംഗ് നടക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്ത്രീകളുടെ ഇടയിൽ വലിയൊരു ഉണർവിന്റെ തരംഗമായി ആ മീറ്റിംഗ്, ഇത് പറയുമ്പോ ഭയങ്കര ദൈവകൃപ വ്യാപരിക്കുകയാണ് ലേഡീസിന്റെ ബേസിൽ. ആമേൻ. ഏദനിൽ ആമേൻ ഒരു ലേഡിയുടെ പേര് പറഞ്ഞാണ് ഏദനിൽ സ്വർഗം നഷ്ടമായത്. അങ്ങനെയാണെങ്കിൽ അന്ത്യകാലത്ത് ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ലേഡീസിനെയാണ്. എത്ര പേർ ആമേൻ പറയും? പുരുഷന്മാരെ ഉപയോഗിക്കത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, പുരുഷന്മാരെ ഉപയോഗിക്കും. പക്ഷെ വീണു പോയതിനെ ദൈവം റീസ്റ്റോർ ചെയ്ത് അന്ത്യകാലത്ത് ചില ഉണർവുകൾ ദൈവം അവരെ ഏൽപ്പിക്കും. ചില ഉണർവായി മാറാൻ ഇതിനകത്തിരിക്കുന്ന ചില മിനിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾ തയ്യാറായിക്കൊള്ളാൻ ദൈവത്തിന്റെ ആത്മ പറയുന്നു. ഹല്ലേലൂയ. ഉണർവിന്റെ അകത്ത് നിങ്ങളുണ്ട്, ഉണർവിനകത്ത് നിങ്ങളുണ്ട്. പ്രതീക്ഷിക്കാത്ത ഉണർവുകൾ നിങ്ങളിൽ കൂടെ സംഭവിക്കും, ഹീലിങ്ങുകൾ സംഭവിക്കും. ഇത് എഴുതി കുറിച്ചിട്ടോ വിത്തിൻ ഹല്ലേലൂയ ചുരുങ്ങിയ ഡേയ്സിന്റെ അകത്ത് ഇങ്ങനെയുള്ള ചില മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് ഓപ്പൺ ആക്കും. ദേശരാജ്യങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ കണക്ട് ചെയ്യുന്ന വിധത്തിൽ ഈ ഗ്രൂപ്പിന്റെ പ്രയറുകൾ ഹല്ലേലൂയ ആഗോള തലത്തിൽ മാറുന്ന വിധത്തിൽ ദൈവാത്മാവ് ഇതിനെത്തിരിക്കും. അസൂയില്ലാത്തവരെല്ലാം ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാ അസൂയുടെ ആത്മാവിനെ യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പ് അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം ഇതിന്റെ അകത്ത് വന്നിട്ട് ഒരു നന്മയില്ലെന്ന് ഒരു വ്യക്തിക്കും പറയാൻ പറ്റത്തില്ല. എന്റെ സൂസനായിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിനകത്ത് വന്ന് ഒരു വ്യക്തിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഒരു നന്മ ഈ ഗ്രൂപ്പിനകത്ത് നിന്ന് കിട്ടിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വന്ന ഏത് വിഷയത്തിന്റെ നടുവിൽ ഇതിനകത്ത് നിങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെ കർത്താവ് മാനിക്കും. സൂസൻ ആന്റിയോട് കർത്താവ് ഒരു കാര്യം പറയുന്നത്, ദൈവത്തിന് വേണ്ടി ആന്റി എന്തൊക്കെ ത്യജിച്ചു അതെല്ലാം ഹല്ലേലൂയ ഇരട്ടിയായിട്ട് ചില മേഖലയിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് തിരികെ തരാൻ ആഗ്രഹിക്കുകയാണ്. തലമുറകളുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ എനിക്കറിയത്തില്ല, പല മേഖലയ്ക്ക് ദൈവത്തിന് വേണ്ടി നിങ്ങളെല്ലാം മാറ്റിവെച്ചു. പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് ഖസാനായ ഹദുനിയ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിയത് കൊണ്ട് ഇനി നിങ്ങളെ ദൈവത്തിന് മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചില മാന്യതയുടെ തലങ്ങളെ ഹല്ലേലൂയ സൂസൻ ആന്റിക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പോയായിരുന്നു ഇതിനകത്തൊന്നും കാണാനില്ലല്ലോ ആളെ? തിരികെ വന്നോ? കട്ടായതാണോ? കേറുമ്പോ ബാക്കി പറയാം. ഹല്ലേലൂയ. ഞാൻ പറയുന്നൊരു കാര്യം, ഈ മീറ്റിങ്ങിന്റെ ഹല്ലേലൂയ വഴിത്തിരിവുകൾ സംഭവിക്കാൻ പോകുന്നു. അസൂയയില്ലാത്തവരെല്ലാം ചേർന്ന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. ഓഫ്ലൈൻ മീറ്റിങ്ങുകളും ഓൺലൈൻ മീറ്റിങ്ങുകളും ഒരുപോലെ നടക്കുന്ന വിധത്തിൽ ദൈവം ഇതിന്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇതിന്റെ അകത്തുനിന്ന്. അസൂസൻ ആന്റി വന്നല്ലോ. ആന്റി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കട്ടായി പോയെന്ന് തോന്നുന്നു ഇടയ്ക്ക്. ദൈവത്തിന് വേണ്ടി ത്യജിച്ചതിനെല്ലാം ദൈവം ഇരട്ടിയായി തരാൻ പോവാ. ഇയോബിന്റെ പുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുന്നു, ദൈവം ഇയോബിനെ മുമ്പിലത്തേനേക്കാൾ പിമ്പിലത്തേനെ ദൈവം ബ്ലെസ് ചെയ്തു. അങ്ങനെ ഒരു വലിയ ബ്ലെസ്സിങ്, ഒരു മഹത്വം നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനി ദൈവത്തിന് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം ചില ഫലങ്ങൾ കായ്ക്കുന്ന വിധത്തിൽ, ചില അല്ലെങ്കിൽ ഫ്രൂട്ടുകൾ വരുന്ന വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചില വിഷയങ്ങൾ നടുവിൽ അതിന്റെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവ് നിങ്ങളുടെ പ്രയർ റൂമിനകത്ത് ബൈബിള് ഫ്രണ്ടിൽ നിവർത്തി ദൈവത്തോട് കരയും. ആ കണ്ണുനീർ തുള്ളികൾ ബൈബിളിനകത്തോട്ട് വീഴും. ഇങ്ങനെ ഒരു പിക്ചർ ദൈവാത്മാവിനെ കാണിക്കും. നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ നിങ്ങളുടെ ബൈബിളിന്റെ ആ പേജിന്റെ താളുകളിലേക്ക് വീഴുന്ന ദൈവാത്മാവിനെ കാണിക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് തുരുത്തിയിലാക്കുന്നു. പല ചോദ്യങ്ങളും നിങ്ങൾക്കുണ്ട്. ഇത്രയെല്ലാം ചെയ്തിട്ട് എന്താ നേടിയേ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് നന്മയുണ്ടോ? പക്ഷെ
പല സാഹചര്യങ്ങളും പല ഭവനങ്ങൾക്കകത്തു നിന്നും ഒരു വാക്കുപോലും ഉരിയാടാതെ ഇറങ്ങിയ സിറ്റുവേഷനുകളെ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. എന്നാൽ 2026 ഡിസംബർ മാസം ഒരു സെലിബ്രേഷന് വേണ്ടി ഒരുങ്ങിക്കോ. ദൈവം ആമേൻ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചെയ്ത് നിങ്ങളെ മാന്യതയുടെ ആദ്യത്തെ പടി ദൈവം ചവിട്ടിക്കാൻ പോവാണ്. ഇത് പറയുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം വ്യാപരിക്കും. ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ഒരു ആശ്ചര്യചിഹ്നമായി ആന്റിയും കുടുംബത്തെയും ദൈവം നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗ്രൂപ്പിന്റെ അന്തരീക്ഷ തലം മാറുന്നു. ഞാൻ ഈ ആന്റിക്ക് ദൂത് പറയുമ്പോ ഈ ഗ്രൂപ്പിന്റെ അന്തരീക്ഷം മാറുന്നു. ഈ ഗ്രൂപ്പിന്റെ അന്തരീക്ഷ തലങ്ങൾ മാറുകയാണ്. ആത്മാവിൽ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച കുടുംബമായിരുന്നു ബഥാനിയിലെ ലാസർ. എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ കുടുംബത്തിനകത്ത് ഇപ്പോ വന്നു നിൽക്കുന്ന ഒരു മരണമാണ്. ഏറ്റെടുത്തോണെ. ഹല്ലേലൂയ. പല സമയത്ത് നമ്മൾ ചോദിക്കും, കർത്താവേ നീ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി എന്നെ മാറ്റിയിട്ട് എന്തുകൊണ്ട് എന്റെ ലൈഫിനകത്ത് ഇങ്ങനെ ഒരു മരണകരമായിട്ടുള്ള ഒരു അവസ്ഥ? ഈ മെസ്സേജ് ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്. ഈ മെസ്സേജ് പറഞ്ഞിടത്തെല്ലാം കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മെസ്സേജ് പറഞ്ഞിടത്തെല്ലാം പ്രവൃത്തികൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓഫ്ലൈൻ മീറ്റിങ്ങിനകത്തും ഓൺലൈൻ മീറ്റിങ്ങിന്റെ അകത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പബ്ലിക് മീറ്റിങ്ങിന്റെ അകത്ത് ഞാൻ ഈ കാര്യം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി മാനിഫെസ്റ്റേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, സാക്ഷികൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഗ്രൂപ്പിന്റെ അകത്തും അത്തരത്തിൽ ചില സാക്ഷ്യങ്ങൾ നടക്കും. ആമേൻ. യേശു ഏറ്റവും സ്നേഹിച്ച ബഥാനിയിലെ ലാസറിന്റെ കുടുംബത്തിന്റെ അകത്ത് ആമേൻ ഒരു ഡെത്ത് വരികയാണ്, ഒരു മരണത്തിന്റെ അവസ്ഥ വരികയാണ്. നാട്ടുകാരും വീട്ടുകാരും എല്ലാം നോക്കുമ്പോൾ 24 മണിക്കൂറും യേശു പാട്ടും പ്രാർത്ഥനയുമുള്ള ഒരു വീട്. ആമേൻ. യേശു സദാസമയവും കയറുന്ന ഒരു വീട്. ആമേൻ. എന്നാൽ ആമേൻ ഹല്ലേലൂയ ആ വീട്ടിന്റെ അകത്ത് ഹല്ലേലൂയ ഇപ്പോ നിൽക്കുന്നത് ഒരു മരണത്തിന്റെ അവസ്ഥയാണ്. ഒരു മരണത്തിന്റെ അവസ്ഥയാണ്. നമ്മളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ നീ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് നീ എന്നെ ഇത്രയും ആമേൻ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എന്റെ ലൈഫിന്റെ അകത്ത് ഈ മരണകരമായിട്ടുള്ള അവസ്ഥ? ഇന്ന് രാത്രി നിന്നോടൊരു ദൂത് പറയാം. മരണം മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. മരണകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെയാണ് ഇന്ന് രാത്രി നീ കടന്നു പോകുന്നെങ്കിൽ നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്റെ മരണത്തിന്റെ അവസ്ഥ മഹത്വത്തിന്റെ അവസ്ഥയിലേക്ക് മാറാൻ പോകുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മരണകരമായിട്ടുള്ള അവസ്ഥ. രണ്ടിലും മായുണ്ട്. മരണത്തിന്റെ അകത്തും മായുണ്ട്, മഹത്വത്തിന്റെ അകത്തും മായമുണ്ട്. ഹല്ലേലൂയ. മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും നിന്നെ ദൈവം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോകുന്നത് എഴുതി കുറിച്ചിട്ടോ മഹത്വത്തിലേക്കാണ്. ആമേൻ. ചിലര് പറയും, നീ യേശുവിനെ നോക്കി ഇറങ്ങിയിട്ട്, നീ ബൈബിളും പിടിച്ച് തൂക്കി ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് നിന്റെ ലൈഫിന്റെ അകത്ത് ഇങ്ങനൊരവസ്ഥ? ആരോടൊക്കെ ദൈവം സംസാരിക്കുവാണല്ലോ. ആമേൻ പെന്തക്കോസായിട്ട് അല്ലെങ്കിൽ നീ ദൈവത്തെ അറിഞ്ഞിറങ്ങിയിട്ട് എന്തുകൊണ്ട് നിന്റെ ലൈഫിന്റെ അകത്ത് ഒരു ജീവൻ വെളിപ്പെടുന്നില്ല? എന്തുകൊണ്ട് നിന്റെ ലൈഫിനകത്ത് ഒരു ബ്ലെസ്സിങ് വെളിപ്പെടുന്നില്ല? ഇന്ന് രാത്രി അവരോടൊക്കെ ആമേൻ നിനക്ക് പറയാൻ കഴിയുന്ന ഒരു മഹത്വം ഇതാ നിന്നെ തേടി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ആത്മാവിലാണ്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ നീ ഒരു ആശ്ചര്യമായി മാറാൻ പോകുന്നു. നിന്റെ മരണകരമായിട്ടുള്ള അവസ്ഥകൾക്കകത്തുനിന്നും നീ ഒരു മഹത്വത്തിന്റെ അവസ്ഥയിലേക്ക് മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഹല്ലേലൂയ. ആമൻ. ആ ഭവനത്തിന്റെ അകത്ത് ഒരുവൻ മരിച്ചിട്ട്, ഞാൻ സംഭവങ്ങളൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നൊരു വേദഭാഗമാണ്. അതിനകത്ത് ഹൈലൈറ്റ് ആയിരിക്കുന്ന ചില പ്രൊഫറ്റിക്കൽ മാത്രം നിങ്ങളുടെ മേൽ ഇമ്പാർട്ട് ചെയ്ത് റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ലാസർ ഭവനത്തിന്റെ അകത്ത് മരിച്ചുപോയി. മറിയയ്ക്കും മാർത്തയ്ക്കും ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, അവൻ ഒരു താങ്, ഒരു തണൽ, ഒരു കരുതലായിരുന്നു. അവൻ മരിച്ചുപോയി. എന്നാൽ പലവട്ടവും യേശുവിന്റെ അടുക്കൽ ആളയച്ചു താൻ ദീനമായി കിടക്കുന്നു. ആമൻ. ഹല്ലേലൂയ. എന്നാൽ ആമൻ അവിടെ യേശു വന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആമൻ. അത്രയധികം ദൈവം ഒത്തിരി സ്നേഹിച്ച ഒരു വീട്, യേശു കർത്താവ് ഒത്തിരി സ്നേഹിച്ച ഒരു വീട്ടിന്റെ അകത്ത് ആമൻ ഒരു പ്രശ്നം വന്നപ്പോൾ യേശു അവിടേക്ക് വന്നില്ല. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു? നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പാസ്റ്റർ, ഹല്ലേലൂയ, നമ്മൾ എത്രയോ കരുതുന്ന ഒരു പാസ്റ്റർ, നമ്മുടെ വീട്ടിനകത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പാസ്റ്റർ വന്നില്ലെങ്കിൽ നമ്മൾ എന്താ? എന്നാലും പാസ്റ്റർ എന്റെ വീട്ടിൽ വന്നില്ലല്ലോ.
ആമേൻ. അതേ കാര്യം ഹല്ലേലൂയ ഇവിടെ പറഞ്ഞായിരിക്കാം അല്ലെ, സ്വാഭാവികമായിട്ട് പറഞ്ഞ ഇത്രയും ഞാൻ പാസിന് വേണ്ടി കരുതിയിട്ട് ഇത്രയും വേണ്ടി പാസിന് ഞാൻ ഫുഡ് കൊടുക്കുന്നു, അത് കൊടുത്തു, എന്റെ വീട്ടിലെ ഒരു കാര്യം വന്നപ്പോ അവൻ ഒരു വാക്ക് എന്നെ തിരിഞ്ഞു നോക്കിയില്ല, വിളിച്ചില്ല, വന്നില്ല, അതൊക്കെ പരാതിപ്പെടാറുണ്ട്. ഇവിടെ മാർത്തയുടെയും മറിയയുടെ അകത്ത് അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നിരിക്കാം. നോക്കെ, യേശു ഒരുപാട് സ്നേഹിച്ച വീട്, യേശു ഒരുപാട് സ്നേഹിച്ച തന്റെ, അത് മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, ഒത്തിരി ഒത്തിരി ഭാഗത്ത് അവിടെ പറയുന്നുണ്ട്, എന്തുവാ, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. അപ്പൊ ലാസർ സാധാരണ ഒരു വ്യക്തിയല്ല, യേശുവിന് പ്രിയനായവനാണ്. യേശു ഒത്തിരി സ്നേഹിക്കുകയും യേശുവിനെ ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തി. ആ വീട്ടിന്റെ അകത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ ഹല്ലേലൂയ യേശു അവിടേക്ക് വന്നില്ല. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ദൂത് പറയാം. നമ്മുടെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളുടെ മധ്യത്തിൽ ചില സമയങ്ങളിൽ യേശു സൈലന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ പറയും? ദൈവമേ, നിന്നെ നോക്കി ഇറങ്ങിയിട്ടാണല്ലോ ഞാൻ പണ്ടത്തെ വിശ്വാസത്തിലോട്ട് പോയാൽ മതിയായിരുന്നു, പണ്ടത്തെ വിശ്വാസ രീതിയിലോട്ട് പോരുന്ന എനിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു. പെന്തക്കോസെന്നും പറഞ്ഞുകൊണ്ട് ബൈബിളും തൂക്കി ഇറങ്ങിയതിലാണ് എനിക്ക് ഈ അവസ്ഥ എല്ലാം വന്നത്. 10,000 അത്ഭുതം ചെയ്താലും ഒരു 2 ദൈവം ഇച്ചിരി ലേറ്റായി കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾ എന്ത് ചെയ്യും? സത്യമായിട്ട് പിറുപിറുക്കും. നിങ്ങളൊന്നും അങ്ങനെ അല്ല കേട്ടോ, നിങ്ങളോടല്ല പറയുന്നത്, പിറുപിറുക്കുന്നവരോടാ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടോളൂ എന്ന്. അപ്പൊ 10,000 കാര്യത്തിൽ 2 കർത്താവ് ലേറ്റ് ആക്കില്ല. എന്തിനാ 2 ലേറ്റ് ആക്കുന്നത്? പിന്നെ നമ്മുടെ ഒരു പിടിവാശി കൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? മഹത്വം ഇച്ചിരി കുറയും എന്നാ തരും, നമ്മുടെ പിടിവാശി കൊണ്ട്. പക്ഷെ നമ്മള് നോക്കിയേ, ഇതിനകത്തിരിക്കുന്ന എത്ര ഡിവൈസ് ഉണ്ട്? 49, നേരത്തെ 50 ഉണ്ടായിരുന്നു. പോയവരോടും പറയാം, ഇത്രയും ഡിവൈസിനിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളൊന്നും ദൈവം നിങ്ങൾക്ക് തരത്തില്ല. ചിലത് ഡിലേ ആക്കിക്കും, ചില വിഷയങ്ങൾ ഡിലേ ആണ്. പക്ഷെ നമ്മൾ പറയും, കർത്താവ് നിന്നെ അറിഞ്ഞു വന്ന സമയത്ത് എന്റെ വിഷയങ്ങളുടെ മറുപടിയൊക്കെ പടപട ലഭിക്കുമായിരുന്നു. പക്ഷെ ആത്മാവിൽ വർദ്ധിച്ചതിന് ശേഷം കർത്താവിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയ ശേഷം എന്റെ വിഷയത്തിനകത്തൊന്നും ഒരു മറുപടി ഒന്നും വരുന്നില്ല. ചില സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യമോ, ഞാൻ ചില സമയത്ത് കർത്താവിനൊന്ന് പിടിച്ചു കുലുക്കുന്നു, ഇതൊന്നും കാണുന്നില്ലേ, ഇങ്ങനെയൊക്കെ ഇത്ര എൻഡിങ് ആവുമ്പോ പുള്ളി, പക്ഷെ എൻഡിങ്ങിനകത്ത് എഴുന്നേക്കത്തുള്ളൂ. ആമേൻ പറ. എല്ലാം എൻഡിങ് ആവുമ്പോ, എല്ലാം തരിപ്പണമാകാറാവുമ്പോ ദൈവം ഒന്ന് എഴുന്നേക്കും, തമ്പുരാൻ എഴുന്നേക്കും. പുള്ളിയുടെ സ്റ്റൈൽ അതാണ്. മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ യേശുവിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിടുതൽ നടക്കത്തില്ല. ആമേൻ പറ. അയ്യോ, ഇവിടെ നിങ്ങളുടെ ഒരു സിസ്റ്റർ വന്നിട്ട് വിടുതലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് എടുത്ത്, പക്ഷേ ഇതാ സിസ്റ്റർ പറയുക, ആമേൻ വിടുതൽ നടക്കത്തില്ലെന്ന്. വിടുതൽ നടക്കത്തില്ലെന്നല്ല ഞാൻ പറയാം. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഏതെങ്കിലും വിഷയത്തിനെ കർത്താവ് ഡിലേ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മരണത്തിനല്ല, മഹത്വത്തിനായിട്ടാണ്. രാത്രി നിങ്ങൾ ഏറ്റെടുത്തോണം ഇത്. ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുകയാണ്, ആമേൻ, മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഡിലേ ആക്കുന്നത് ചിലത്. ഓ റാബാശാന്തന, ഇവിടെ യേശു അത്രയധികമായി കൂടുതൽ സ്നേഹിച്ച ഒരു കുടുംബത്തിന്റെ അകത്ത് തനിക്ക് പ്രിയപ്പെട്ടവൻ മരിച്ചുപോയ ആളെ വെച്ചിട്ട് പോലും യേശു വന്നില്ല. അവിടെ എനിക്ക് രസകരമായി തോന്നിയ കാര്യം, 2 ദിവസം കൂടെ യേശു അവിടെ പാർത്തു വന്നു. നമ്മൾ വായിച്ചിട്ടുണ്ടോ? യേശു ഒരാവശ്യമില്ല, മരിച്ചെന്ന് പറഞ്ഞിട്ട് ആമേൻ ആ വീട്ടിലോട്ടൊന്ന് പോകാൻ കഴിയാതെ യേശു ശിഷ്യന്മാരും അവിടെ ഒരാവശ്യമില്ല 2 ദിവസം പാർത്തു. അതിന്റെ അകത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നമ്മുടെ വിഷയത്തിന് ചില സമയത്ത് കർത്താവ് നീ മിണ്ടാതിരിക്കുവാണോ? എന്തുകൊണ്ടെന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല? ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ഉപേക്ഷിച്ചു, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കർത്താവെ മിനിസ്റ്റർ ചെയ്തു, ഞാൻ ഓടി അധ്വാനിക്കുന്നു, ഇപ്പോൾ ഞാൻ അധ്വാനിക്കുന്നുണ്ട് കർത്താവ്, എന്റെ കയ്യിലില്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ കൊടുക്കുന്നുണ്ടല്ലോ, ആമേൻ എന്നൊക്കെ നമ്മൾ ദൈവസ്ഥനെ നമ്മൾ പറയും. പക്ഷേ ചിലത് ദൈവം ഡിലേ ആക്കിക്കുന്നത് കുറിച്ചിട്ടോ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. താഴോട്ട് പറയുന്നു, എല്ലാം കഴിഞ്ഞ ശേഷം 4 ദിവസമായി, നാറ്റം വെച്ച് 4 ദിവസമായി. അത് ആ സമയത്ത് യേശു ശിഷ്യന്മാരോട് പറയുവാണ്, നമുക്കിനി പോവാം. കൂടാതെ അവർക്ക് ആത്മാവിന്റെ ഗ്രഹണമൊന്നുമില്ല. പല സമയങ്ങളിൽ നമുക്കും ഉണ്ടാവാറില്ല. ദൈവം എല്ലാം പ്രൊഫറ്റിക്കൽ ടേമിലെ പറയത്തുള്ളൂ. നമുക്ക് ആ വചനം പരിചിതമായതുകൊണ്ട് ഞാൻ വചനം വായിപ്പിക്കാം. നിങ്ങൾ 11-ാം അധ്യായം വായിക്കണം. അവിടെ യേശു 10-ാമത്തെ വാക്യത്തിനകത്ത് 11-ാമത്തെ വാക്യത്തിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ സ്നേഹിതനായ ലാസർ എന്ത് ചെയ്യുന്നു? നിദ്ര കൊള്ളുന്നു. നമ്മോടാണ് ഇത് വല്ലതും പറഞ്ഞെങ്കിലോ? അവൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. പക്ഷെ യേശു പ്രൊഫറ്റിക്കൽ ടേമിൽ പറയുക, അവ എന്ത് ചെയ്യുക? നിദ്ര കൊള്ളുന്നു. യേശു ചിലത് പ്രൊഫറ്റിക്കൽ ടേമിൽ പറയും. മരണത്തിന് യേശു കൊടുക്കുന്ന പ്രൊഫറ്റിക്കൽ ടേം എന്ന് പറഞ്ഞ നിദ്രയാണ്. വളരെ ഭാരപ്പെട്ട് മിനിസ്റ്റർ ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. മിനിസ്റ്റർ ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസികളിൽ നിന്നുള്ള മുറിവുകളൊക്കെ നമ്മുടെ അകത്ത് വരാൻ നമ്മൾ വെച്ച് കെട്ടി. ഇനി വേലയും വേണ്ട, ഇനി പരിപാടിയും വേണ്ട, എല്ലാം പൂട്ടിക്കെട്ടി. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ദൈവം ഒരു ശബ്ദം വരുന്നത് എഴുന്നേക്കാൻ. നമ്മൾ പൊട്ടിപ്പാളീസായിരിക്കുന്ന സമയത്താണ് ദൈവം ഒരു സന്തോഷത്തിന്റെ കാര്യം. അപ്പൊ ദൈവമേ നിനക്ക് കണ്ണിച്ചോരയില്ലേന്ന് തോന്നും. ചില സമയങ്ങളിൽ എന്തോ ഇസബേലിനെ പേടിച്ച് ചൂരച്ചെടി നമ്മൾ ഏലിയാവ് ഇരിക്കുക. എന്നിട്ട് പേടിച്ചിരിക്കുന്നവരുടെ ദൈവം പറയും, നിനക്ക് ഇനി ദൂരെ യാത്രയുണ്ട്, എഴുന്നേക്കാൻ. ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ചില ദൈവശബ്ദങ്ങൾ നമ്മൾ തേടി വരും. അപ്പൊ യേശു അവിടെ പ്രൊഫറ്റിക്കൽ ടേം പറഞ്ഞത് ആർക്ക് മനസ്സിലായില്ല? ശിഷ്യന്മാർക്ക് മനസ്സിലായ. ശിഷ്യന്മാര് പറയുക, ശരി, അവൻ ഉറക്കത്തെ കുറിച്ചായിരിക്കും പറയുന്നത്.
അതാണ് യേശു ക്രൂശീകരിക്കപ്പെടുന്നതിന് മുമ്പേ 12 വിളിച്ചിട്ട് ബുദ്ധിയെ 12 ഒന്ന് പോയില്ല 11 വിളിച്ചിട്ട് അതെ 12 വിളിച്ച് ശിഷ്യന്മാരുടെ ബുദ്ധികളെല്ലാം തുറന്നു. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ട നോമാരെ ബുദ്ധിയെല്ലാം തുറന്നു. കാര്യം യേശുവിന്റെ കൂടെ കഴിക്കുന്നവൻ മിനിസ്ട്രി ചെയ്യുമ്പോൾ കൂടെ ഉണ്ടവന്മാര് എല്ലാ അത്ഭുതങ്ങളും അവന്മാര് കൂടെ ഉണ്ട്. പക്ഷെ അവന്മാർ ആത്മതലം തുറന്നിട്ടില്ല. പല സമയങ്ങളിൽ നമുക്കും അങ്ങനെയാണ്. ചിലത് നമ്മള് മനുഷ്യരെ പോലെ കാണും. നമ്മൾ മനുഷ്യരെ പോലെ കാണുന്നത് എങ്ങനെ? ഡിലേ ആകുമ്പോൾ, വിഷയങ്ങളുടെ വിടുതൽ ഡിലേ ആകുമ്പോൾ നമ്മൾ പിറുവിറുക്കാൻ തുടങ്ങും. ഇസ്രായേൽ മക്കളെ പോലെ പിറുവിറുക്കും. അല്ല, എന്റെ ദൈവം ഇതിന്റെ അകത്തൊരു നന്മ ചെയ്യും, എന്റെ ദൈവം ഇതിനകത്തൊരു പ്രവൃത്തി ചെയ്യുമെന്ന് പ്രൊഫറ്റിക്കലി നമുക്ക് ചില സമയങ്ങളിൽ മനസ്സിലാവാറില്ല. ഇവിടെ യേശു കർത്താവ് പറയുന്നത് എന്തുവാണ്? ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവിടെ ശിഷ്യന്മാർ അവനോട്, കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും. അവന്മാർ ഉദ്ദേശിച്ച ഉറക്കത്തെ കുറിച്ച്, പക്ഷെ യേശു പറഞ്ഞ മരണത്തെ കുറിച്ച്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ ആത്മീക ഐസ് ഓപ്പൺ ആകണം, നമ്മുടെ സ്പിരിച്വൽ ഐ ഓപ്പൺ ആകണം, ഹൃദയ ദൃഷ്ടി ഓപ്പൺ ആകണം. നമ്മൾക്ക് ഒരു ഡിലേ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിലേയുടെ പിന്നിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ കപ്പാസിറ്റി ഉള്ള ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷനാണ് ദൈവത്തിന് വേണ്ടത്. ആമേൻ പറ. ഹല്ലേലൂയ. അവൻ മനുഷ്യരെ പോലെ ജീവിക്കുന്ന നിന്നെ ദൈവത്തിന് വേണ്ട. സാധാ മനുഷ്യരെ പോലെ, പിന്നെ ലേഖനത്തിലുണ്ട് 3 മനുഷ്യരെ കുറിച്ച്, പ്രാകൃത മനുഷ്യൻ, പിന്നെ ആത്മീയ മനുഷ്യൻ, ജഡിക മനുഷ്യൻ, 3 മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നു. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മീക മനുഷ്യരാകാനാണ്, ആത്മാവിലെടുക്കാനാണ്, ആത്മാവിൽ ചിന്തിക്കാനാണ്. ദൈവം ഒരു വിഷയത്തെ ഡിലേ ആക്കുമ്പോൾ നീ മനുഷ്യന്റെ ബുദ്ധിയിൽ അളക്കാൻ നിന്നാൽ, മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ നിന്നാൽ, മനുഷ്യന്റെ ചെവി കൊണ്ട് നീ കേൾക്കാൻ നിന്നാൽ, ഒരു കാരണവശാലും നിനക്ക് സ്പിരിച്വലി നിനക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ദൈവം നിന്റെ വിഷയത്തിന്റെ അകത്ത് നിനക്ക് ഡിലേ ആക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ആത്മാവിൽ കയറി പിടിച്ചിട്ടുള്ള മഹത്വം. ഓ റാബ കമന. യേശു വരുന്ന സമയത്ത് മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഉറപ്പാ, യേശു ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കത്തില്ലായിരുന്നു. ഒരു സൗഖ്യത്തിൽ അത് അവസാനിക്കും. പക്ഷെ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞതുകൊണ്ടാണ് മഹത്വം വെളിപ്പെട്ടത്. ഓ, സൗഖ്യത്തിനും മഹത്വത്തിനും വ്യത്യാസമുണ്ട്. റാൽബ കമന ഘടകസിയ. എന്റെ സമയത്തിന് യേശു അത്ഭുതം ചെയ്തെങ്കിൽ അതൊരു സൗഖ്യത്തിൽ മാത്രം ഒതുങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? കമന്റ് ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പ്രതികരിച്ചാട്ടെ. ഹല്ലേലൂയ. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കണം, പ്രതികരിക്കാൻ പറ്റത്തില്ല, സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാലോ. ഹല്ലേലൂയ. നിങ്ങൾ ഇതിനെ ഏറ്റെടുക്കുന്ന അർത്ഥം മനുഷ്യന്റെ ടൈം, മനുഷ്യന്റെ നാഴികയിൽ, അല്ലെങ്കിൽ നിന്റെ നാഴികയിൽ, നിന്റെ കോൺസെപ്റ്റിൽ യേശു ഒന്ന് ചെയ്തെങ്കിൽ അത് സൗഖ്യത്തിൽ മാത്രം ഒതുങ്ങും. എന്നാൽ യേശുവിന്റെ സമയത്ത് യേശു ചെയ്യുമ്പോൾ ആ സൗഖ്യം എന്നത് മഹത്വമായി ട്രാൻസ്ഫർ ആകും. ഓ റാബാക്കമന ചുടരകലകടകസി. ആരോടൊക്കെ പരിശുദ്ധാത്മ സംസാരിക്കുന്നു? ഡിലേ നിന്റെ ലൈഫിന്റെ അകത്തുണ്ടെങ്കിൽ അത് മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ലൈഫിന്റെ അകത്ത് താമസമുണ്ടെങ്കിൽ അത് മഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് രാത്രി എത്ര പേർ എന്റെ കൂടെ ഉണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഉറപ്പാ, മാർത്ത പറഞ്ഞത് ഉറപ്പാണ്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കത്തില്ല, ഉറപ്പായിട്ട് മരിക്കത്തില്ല. പക്ഷെ അതൊരു സൗഖ്യത്തിൽ മാത്രം ഒതുങ്ങും. എന്നാൽ ലാസർ മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം നിന്റെ വിഷയത്തിന്റെ കഠിനത എത്ര കൂടുന്നോ അത് മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ലാസർ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടെ ഉള്ള എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി. വേറൊരു ഭാഗത്ത് താഴോട്ട് പറയുന്നു, ആമേൻ ഹല്ലേലൂയ, എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എല്ലാവരും കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ഹല്ലേലൂയ മാർത്ത യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് അവിടെ ചിന്തിപ്പിച്ച ഒരു ഹൈലൈറ്റ് ആയിട്ടൊരു വെളിപ്പാട് നിങ്ങളോട്ട് കൈമാറാം. മറിയം മാർത്ത 2 സഹോദരി പറയും. യേശു വരുന്ന സമയത്ത് എപ്പോഴും യേശുവിന്റെ അടുക്കൽ ഇരിക്കുന്ന ആളാണ് മറിയ. നല്ല അംശം തെരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തുണ്ട്. പക്ഷെ അടുക്കളയിലായിരുന്ന മാർത്തയ്ക്ക് ഒരു വെളിപ്പാട് കിട്ടി. അവൾ യേശുവിനോട് പറയുന്ന ഒരു കാര്യം, ശരിയാണ്, എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞപ്പോ അവൻ തിരിച്ചവളൊരു മറുപടി പറഞ്ഞു, ശരിയാ, ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. പ്രത്യാശ ഉണ്ടോ? അടുക്കളയിലാണെങ്കിലും അവളുടെ സെൻസിങ് കപ്പാസിറ്റി, അവളുടെ കേൾവിയല്ല യേശുവിന്റെ വാക്കിലായിരുന്നു. അവൻ അടുക്കളയിൽ ഇവർക്ക് എല്ലാവർക്കും വേവിക്കുന്ന തിരക്കിലാണ്, അവൻ പാചകം ചെയ്യുന്ന അവൻ ആ ഒരു മൈൻഡിലാണ് അവൾ നിന്നെങ്കിൽ പോലും യേശുവിന്റെ വായിൽ അവൾ യേശു വീട്ടിൽ വരുമ്പോൾ അവളുടെ വായിൽ നിന്ന് വരുന്ന യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളെ മറിയ ആത്മാവിൽ ഒബ്സർവ് ചെയ്തു. ഓ റാബ ശാന്തന. ബുദ്ധിയിൽ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ മാർത്തയ്ക്ക് എന്നാൽ ഈ വാക്ക് പറയേണ്ടത് മറിയാണ്. മറിയ എല്ലാ അംശവും തരേണ്ടത് മറിയ ഇപ്പൊ കാൽക്കരിന്ന് കരഞ്ഞോണ്ടിരിക്കുക, ജഡത്തിന്റെ അകത്ത് നിന്ന് കരഞ്ഞോണ്ടിരിക്കുക. പക്ഷേ അടുക്കളയ്ക്കകത്ത് കിടന്നവൾക്ക് സാധാരണ ഒരു ലേഡിക്ക് വെളിപ്പാട് കിട്ടുകയാണ്, ശരിയാണ്, ഒടുക്കത്തെ നാളിൽ. ആ മറുപടിയിൽ യേശു അങ്ങ് വീണു. യേശു പറയില്ല, നിന്റെ സഹോദരനെ ഞാൻ ഇപ്പോ
ഇപ്പൊ നൗ റൈറ്റ് നൗ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവാണ്. ഹല്ലേലൂയ. മഹത്വത്തിന്റെ സമയത്തുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, പുനരുത്ഥാനത്തിന്റെ സമയത്ത്. ശരിയാ, നീ പറഞ്ഞ കറക്റ്റ്. ഞാൻ തന്നെ ജീവനും വഴിയും പുനരുത്ഥാനം ഒക്കെ ഞാനാ. പക്ഷെ നിന്റെ അകത്തുനിന്ന് വന്ന വെളിപ്പാട് അത് ആശ്ചര്യമാണ്. മറിയ അടുക്കളയിലാണെങ്കിലും മറിയുടെ ആത്മാവ് യേശുവിനോട് പറ്റിയിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനെ ക്രിസ്തു നീ തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയെ എന്ത് ചെയ്തു? മാർത്ത വിളിച്ചു, ഗുരു വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തത്? ഇവരെല്ലാരും മാർത്തയും മറിയും സഹോദരങ്ങളെല്ലാം, മാർത്തയും മറിയും യേശുവും ശിഷ്യന്മാരും ഇവരെല്ലാം കാണത്തക്ക വിധത്തിൽ യേശുദ മഹത്വത്തെ പുറത്തേക്ക് വിളിക്കുകയാണ്. ലാസറേ പുറത്തു വരിക. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ വിഷയം എത്ര കഠിനതയേറിയിരുന്നാലും, അത് കല്ലറയ്ക്കകത്തിട്ട് അതിനെ അടക്കി പൂട്ടിയിരുന്നാലും, അത് മഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിശ്ചയമായി അത് എത്ര ചുറ്റിക്കെട്ടി അകത്തു വെച്ചാലും അത് കല്ലറ പിളർന്ന് പുറത്തു വരും. കല്ലറ പിളർന്ന് എത്ര പേർക്ക് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ കഴിയും? എത്ര പേർക്ക് എന്നോട് ആമേൻ പറയാൻ കഴിയും? നിന്റെ വിഷയത്തെ ദൈവം മഹത്വത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് മനുഷ്യൻ അടച്ചാലും, അതിന് ശാപങ്ങൾ അടച്ചാലും, അതിന് പൈശാചിക സ്വാധീനങ്ങൾ അടച്ചിരുന്നാലും അത് മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അത് വേർതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര കെട്ടിയ കെട്ടുകളായിരുന്നാലും അത് ഉറപ്പായിട്ട് പുറത്ത് വന്നിരിക്കും മഹത്വമായി. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ലൈഫിന്റെ അകത്ത് ഡിലേ ഇടുന്നത് നിന്റെ മരണത്തിനായിട്ടല്ല, അത് മഹത്വത്തിനായിട്ടാണ്. ഒരു പക്ഷെ നിന്റെ സമയത്തിന് അത് പ്രവർത്തിച്ചാൽ അത് സൗഖ്യത്തിൽ മാത്രം ഒതുങ്ങും. എന്നാൽ നിന്റെ വിഷയത്തിന്റെ അകത്തുള്ള കഠിനതകൾ ഏറുന്തോഴും അത് ദേശം കാണുന്ന മഹത്വമായി മാറും, രാജ്യം കാണുന്ന മഹത്വമായി മാറും, പട്ടണങ്ങൾ കാണുന്ന മഹത്വമായി മാറും, നിന്നെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും കാണുന്ന മഹത്വമായി മാറും. ഇന്ന് രാത്രി ദൂതരെ ഏറ്റെടുക്കുക. ചിലരോട് പരിശുദ്ധാത്മ സംസാരിക്കുന്നു. ലാസർ പുറത്തു വന്നതുപോലെ നിന്റെ ലൈഫിനകത്തുള്ള മഹത്വത്തെ യേശു വിളിക്കുകയാണ്. കഠിനതേറിയ ചില വിഷയത്തിന്റെ നടുവിൽ, നാറ്റം വെച്ച ചില വിഷയത്തിന്റെ നടുവിൽ യേശുവിന്റെ ശബ്ദം ഇറങ്ങിച്ചെല്ലുന്നു. രൂപ ടോണി പ്രിയ സിസ്റ്ററെ, കർത്താവിന്റെ ആത്മാവോട് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് മഹത്വത്തിന്റെ വിഷയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താൻ പോകുന്നു. അനുഭവിക്കുവാനും മാനസിക തലങ്ങളിൽ തകർക്കപ്പെടാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറയായി. പലരുടെ വാക്കുകൾ നിമിത്തം നിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നു. പല സമയങ്ങളിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പല സമയത്തും ആത്മാവോടൊന്ന് കണക്ട് ആൻ കഴിയുന്നില്ല. പല വാക്കുകൾ നിരാശപ്പെട്ട് ഇനി എനിക്കൊരു മിനിസ്ട്രി ഉണ്ടോ? ഇനി എനിക്കൊരു ജീവിതമുണ്ടോ? എനിക്കിനി കർത്താവ് വളരാൻ കഴിയുമോ? പ്രിയ കുഞ്ഞ, കർത്താവിനോട് പറയുന്നു, രാജ്യങ്ങൾക്ക് നിന്നെ വേണം, പട്ടണങ്ങൾക്ക് നിന്നെ വേണം. നീ ഒരു മഹത്വമാണ്. നിന്റെ കുടുംബത്തിന്റെ അകത്ത് നീ ഒരു മഹത്വമാണെന്ന് പരിശുദ്ധാത്മാവിനെ സംസാരിക്കുന്നു. ഭവനത്തിനകത്ത് നീ ശരിയെന്ന വിധത്തിൽ ചില അടയാളങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച രൂപമാണ് കർത്താവിന്റെ ആത്മാവ് നിന്നെ തൊടുന്നത്. പരിശുദ്ധാത്മാവ് ഞാൻ കാണുന്നു. ദൂതന്മാർ നിന്റെ കർത്താവിനെ കഴിയും ഓപ്പൺ ഹെവൻ മിനിസ്റ്റർ നിനക്ക് വേണ്ടി കർത്താവ് തുറക്കുന്നു. നിന്റെ മേൽ ഭയങ്കര വിളി കിടക്കുക. നിന്റെ മേൽ ഭയങ്കര നീ ഒരു ഏഞ്ചലിക് മിനിസ്റ്റർ ചെയ്യുന്ന തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രാപിച്ചോ, റിസീവ് ദ പവർ, റിസീവ് ദ മൈറ്റി ഫയർ. നിന്നെ ഒതുക്കിയ ചില കല്ലറകൾ, നിന്നെ ഒതുക്കി കെട്ടിയ ചില കല്ലറകൾ പൂട്ടിക്കെട്ടി ഇനി നീ പുറത്ത് വരരുത്. നിന്റെ നാവ് നീ എടുത്ത് സംസാരിക്കരുത്. നീ ഒരു കാരണവശാലും മിനിസ്ട്രിയിലേക്ക് കയറരുതെന്ന് പറഞ്ഞ് നിന്നെ കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുനിന്ന് അഴിച്ച പബ്ലിക്കിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുന്നു. ഉടകടക ശന്തന റകൽ കടകസി അന്ത്യജാമൻ നാളിൽ സകല ഇടത്തിന്റെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന വചനം അന്ത്യനാളിൽ ഉണർവിന് വേണ്ടി കർത്താവിന്റെ ആത്മാവ് ഒത്തിരി പ്രോഫറ്റുമാരുടെ നടുവിൽ നിന്റെ പേരിനെ ദൈവാത്മാവിനെ എടുത്തു കാണിക്കുന്നു. നീ ഒരു പ്രോഫറ്റ് ആണ്. യു ആർ എ പ്രോഫറ്റ്. എനിക്ക് വന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാഹചര്യമില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഈ സൂമിൽ കൂടെ എന്റെ മേലിരിക്കുന്ന മുഴുവൻ പ്രൊഫറ്റിക്കൽ അധികാരവും നിന്റെ മേൽ ഞാൻ യേശുവിൻ നാമത്തിൽ കൈമാറുന്നു. അടകട പ്രാപിച്ചോ. ഇന്ന് രാത്രി നിന്റെ നാവിനെ കർത്താവ് തുറക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി നീ അടഞ്ഞു കിടക്കുകയാണ്. ഒരു കാരണവശാലും നീ പുറത്തു വരാൻ പാടില്ല. കഴിഞ്ഞ ന്യൂ ഇയർ മീറ്റിംഗിനും നിന്റെ ചർച്ചിൽ നീ കരഞ്ഞുകൊണ്ടിരുന്ന പിക്ചർ ദൈവാത്മാവിനെ കാണിക്കുന്നു. ദൈവമേ, എന്റെ ദൈവത്തിനോട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ ദൈവത്തിനോട് എനിക്ക് പ്രേരണപ്പെടാൻ കഴിയുന്നില്ല. മനുഷ്യരുടെ വാക്കുകൾ ഞാൻ തളർന്നു പോകുകയാണ്. എന്നാൽ ഇന്ന് രാത്രി പരിശോധന 2027-28 നിന്റെ സുവർണ വർഷമെന്ന് ദൈവാത്മാ അടുത്ത 2 ഇയർ നിന്റെ ഇയർന്ന് പരിശുദ്ധാത്മ സംസാരിക്കുന്ന വ്യക്തികളെ ഏറ്റെടുത്താട്ടെ. ഇന്ന് രാത്രി നിന്റെ ലൈഫിനകത്തൊരു ഡിലേ ഉണ്ടെങ്കിൽ, നിന്റെ ലൈഫിനകത്ത് വിഷയത്തിന്റെ ഡിലേ ഉണ്ടെങ്കിൽ അത് മരണത്തിനല്ല, മഹത്വത്തിനായിട്ടാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രീപിതാവാൻ ദൈവം സ്വർഗീയ നല്ല കർത്താവേ, നൽകപ്പെട്ട നല്ല പ്രൊഫറ്റിക്കൽ വേർഡുകൾക്കായി നന്ദി പറയുന്നു. ഇന്ന് രാത്രി മഹത്വത്തിന് വേണ്ടി ചിലതിനെ അങ്ങ് ഡിലേ ആക്കിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ആ മഹത്വത്തെ ഞങ്ങൾ റിസീവ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി കർത്താവെ, ഇതിനകത്ത് രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് ഏത് രോഗമായിരുന്നാലും ഇപ്പോൾ സൗഖ്യമായിട്ട്. സിസ്റ്റുകൾ അപ്രത്യക്ഷ
അഭിഷേകമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. പ്രൊഫറ്റിക്കലി ആമേൻ വചനമായി ഇടപെട്ടവർ, പേഴ്സണായി ഇടപെട്ടവർ എല്ലാവരും കരുത്തിലേക്ക് സമൃദ്ധിയായി കർത്താവ് തരികയാണ്. സമർത്ഥമായി അവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഗ്രൂപ്പിനെ ഏറ്റവും വിശാലതയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്റർനാഷണൽ തലങ്ങളിൽ നീ ഇതിനെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യാൻ സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു അധികാരമുള്ള യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.